മങ്കാന യദുന്നു, ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ല യൻസുറഹുല്ലാഹു, അല്ലാഹു തആല നബിതങ്ങളെ സഹായിക്കുകയില്ല എന്ന്, ഫിദ്ദുനിയ, ദുനിയാവിലും വൽ ആഖിറ, പരലോകത്തും, ദുനിയാവിലും പരലോകത്തും അല്ലാഹു തആല റസൂലുള്ളാഹിനെ സഹായിക്കൂല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഫൽ യംദുദ് ബിസബബിൻ ഇലസ്സമാ, അവൻ മുകളിലേക്കൊരു കയറും കൊണ്ട് പോട്ടെ, സുമ്മൽ യഖ്ത, പിന്നെ മുറിക്കട്ടെ, ആത്മഹത്യ ചെയ്യട്ടെ എന്നർത്ഥം. സമാ പറഞ്ഞാൽ തഫ്സീറിൽ പറഞ്ഞത് ആകാശത്തേക്കല്ല, വീടിൻ്റെ മച്ചുണ്ടല്ലോ, ഒരു കയറും കൊണ്ട് അതിന് കെട്ടി തൂങ്ങി, എന്നിട്ട് ഹൽ യുദ്ഹിബന്ന കൈദുഹുമായ യഗീദു, അവൻ്റെ കുതന്ത്രം, അവനെ പ്രകോപിക്കുന്ന കാര്യത്തെ തൊട്ട് അത് നീക്കിക്കളയുന്നുണ്ടോ എന്നവൻ നോക്കട്ടെ. ആത്മഹത്യ ചെയ്തിട്ട് അവൻ്റെ ഈ സംഗതിയൊക്കെ ശരിയാണുണ്ടോ നോക്കിക്കോട്ടെ എന്ന് വെച്ചാൽ എന്തായാലും അല്ലാഹു തആല റസൂലുള്ളാഹിനെ സഹായിക്കും, യത്തിലും പരത്തിലും സഹായിക്കുക ചെയ്യും. അത് സഹായിക്കൂല എന്ന് കരുതുന്നവർ, സഹായിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല പണി ആത്മഹത്യ ചെയ്യലാണ്. വേറൊരു മാർഗമില്ല. സഹായിക്കുക എന്നുള്ള കാര്യം തീർച്ചയാണ്. അതാണ് വകദാലിക അൻസൽനാഹു, ഈ വണ്ണം ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചു, ആയാത്തിൻ ബയ്യിനാത്തിൻ, സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളായി. വ അന്നല്ലാഹ യഹ്ദി മൻ യുരീദു, അല്ലാഹു തആല അവൻ ഉദ്ദേശിച്ച ആളുകളെ മാത്രമേ ഹിദായത്താക്കുള്ളൂ. ആയാത്തുകളൊക്കെ വളരെ സുവ്യക്തമാണ്, വളരെ സുവ്യക്തമായ ആയത്തുകളായിട്ടാണ് അല്ലാഹു തആല ഖുർആനൊക്കെ അവതരിപ്പിച്ചത്. പക്ഷേ എല്ലാവരും ഒന്നും ഹിദായത്താവില്ല. ഹിദായത്ത് അല്ലാഹു തആല ഉദ്ദേശിച്ചവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് അല്ലാഹു തആല എല്ലാവർക്കും ഒന്നും ഉദ്ദേശിക്കൂല. അതാർക്കാണ് ഹിദായത്ത് ഉദ്ദേശിക്കേണ്ടതെന്നൊക്കെ അല്ലാഹു തആല തന്നെ അറിയാം. അത് നല്ല അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അത് കൊടുക്കുള്ളൂ. മറ്റുള്ള ഭൗതിക വിഭവങ്ങളും സൗകര്യങ്ങളൊക്കെ അല്ലാഹു തആല എല്ലാവർക്കും കൊടുത്തു തരും. ഇത് അല്ലാഹു തആല പ്രിയപ്പെട്ടവർക്ക് മാത്രമേ ഹിദായത്ത് കൊടുക്കുള്ളൂ, അവർക്ക് മാത്രമേ ഉദ്ദേശിക്കുള്ളൂ. അപ്പോൾ ആരെങ്കിലും ഒന്നും ഹിദായത്തിലല്ല, ശത്രുപക്ഷത്ത് തന്നെയാണുള്ളത്, അള്ളാഹിൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്നു, അള്ളാഹുവിൽ തർക്കിക്കുന്നു, ദീനെ വിമർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, പല കൂട്ടക്കാരെ പറ്റിയും പറഞ്ഞില്ലേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പോൾ അതാണ് നമ്മൾ ആകിലും പറഞ്ഞിട്ടുള്ളത്. അവസാനം പറഞ്ഞ വിഷയം എന്താ നിങ്ങൾക്കറിയോ? മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗം കൊടുക്കുന്നതാണ് പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മളത് വിശദീകരിച്ച് പറഞ്ഞു, സ്വർഗം മാത്രമല്ല ദുനിയാവും കൊടുക്കും, എല്ലാ ഇസ്സത്തും മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കും. അതിൻ്റെ നേരെ മുമ്പ് മുഅ്മിൻ അല്ലാത്ത 2-3 കൂട്ടക്കാരെ പറ്റി പറഞ്ഞാണ്. 3 കൂട്ടക്കാരെ പറ്റി പറയണം വേണ്ടിട്ടേ. ഒന്ന് ശരിക്ക് കാഫറായിട്ട് ഇങ്ങനെ അള്ളാഹിനെ പറ്റിയൊക്കെ തർക്കിച്ച് ദീനെ എതിർത്തുകൊണ്ടും റസൂലുള്ളാഹിൻ്റെ ഈ റസൂലുള്ള ദഅവത്ത് ചെയ്യുന്ന ഈ ദീനിനെ വിമർശിച്ചുകൊണ്ട് നടക്കുന്ന, ശൈത്താനെ പിൻപറ്റിക്കൊണ്ട് നടക്കുന്ന ചില ആളുകൾ, വേറെ ചില ആളുകൾ അതിന് നേതൃത്വം നൽകുന്ന കാഫിര്യങ്ങൾ. പിന്നൊരു കൂട്ടക്കാരെ പറ്റി പറഞ്ഞു, ആരെന്നറിയോ? ഒരു ഓരത്ത് നിന്ന് അല്ലാഹു തആലാനെ ആരാധിക്കുക, ആദർശത്തിൻ്റെ നടുവിലേക്കുണ്ട് വരാതെ ഒരു വക്കത്ത് നിന്നാണ്, ഡൗട്ടോട് കൂടെ. അവർക്ക് നല്ല സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല തൃപ്തിയാവും, അല്ലേ ഞാൻ ഓല കേട്ട് പിന്തിരിഞ്ഞ് പോകും. അങ്ങനെ കൂട്ടക്കാരെ പറ്റിയും പറഞ്ഞില്ലേ? അങ്ങനെ 3 കൂട്ടക്കാരെ പറ്റി പറഞ്ഞു. അതിൽ 2 വിഭാഗങ്ങൾ എതിർക്കണവരാണ്. ഓലൊക്കെ വിചാരവും പൂതി എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ സഹായിക്കരുതെന്നും സഹായിക്കൂലെന്നും ഈ ദൗത്യം പൂർണ്ണമാകൂലെന്നും, ഇത് വൈക്കുന്നിട്ടുകൊണ്ട് പോകും, ഇത് പൂർണ്ണമാകൂല. ഇബ്നു കസീർ തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. മുഅ്മിനീങ്ങളെ, ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞതേ ഇങ്ങനെയാണ്. ഫഇന്നൽ മാന, ഇവിടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, മങ്കാന യദുന്നു, ആരെങ്കിലും ഭാവിക്കുന്നുണ്ടെങ്കിൽ, അന്നല്ലാഹ ലൈസ ബിനാസുരിൻ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തആല മുഹമ്മദ് നബിയെ സഹായിക്കുകയില്ല, വ കിതാബഹു, അള്ളാഹിൻ്റെ കിതാബിനെയും സഹായിക്കുകയില്ല, വ ദീനഹു, അള്ളാഹിൻ്റെ ദീനെയും അല്ലാഹു തആല എന്താക്കൂലെന്ന്, ഈ ദീനെ അല്ലാഹു തആല പൂർണ്ണാക്കുന്നില്ല, ഇതിനെ സഹായിക്കില്ല
ഇത് ബൈക്കിൽ എന്തായി പോവും, അപൂർണമായിട്ട് ഇത് അവസാനിക്കും എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും കരുതുന്നെങ്കിൽ ഫൽ യദ്ഹബൻ പോട്ടെ, ഫൽ യക്തുൽ നഫ്സഹു ആത്മഹത്യ ചെയ്യട്ടെ. ഇൻകാന ദാലിക ഗായിലഹു, അവൻ ഇതിനെ വെറുക്കുന്നവനാണെങ്കിൽ, ഈ ദീനെ വെറുക്കുന്നവനാണ്, നബിനെ വെറുക്കുന്നവനാണ്, അള്ളാഹിനെ വെറുക്കുന്നവനാണ്, ഇത് സമ്പൂർണ്ണമാകൽ ഇഷ്ടപ്പെടാത്ത ആളാണെങ്കിൽ അവൻ നല്ലത് ആത്മഹത്യ ചെയ്യാണ്. ഫൽ യക്തുൽ നഫ്സഹു, സ്വന്തത്തെ അവൻ കൊല്ലട്ടെ. എന്തുകൊണ്ടെന്നാൽ ഫഇന്നല്ലാഹ നാസിറുഹു ലാ മുഹാലത, തീർച്ചയായിട്ടും അല്ലാഹു തആല നബിനെ സഹായിക്കും, ഈ ദീനെ സമ്പൂർണ്ണമാക്കും, ഇത് പരിപൂർണ്ണമാക്കും. ഇതാണ് പറയണത്. എന്നിട്ടൊരു ആയത്ത് കൊടുത്തിരിക്കുകയാണ് ഇബ്നു കസീർ തങ്ങൾ. ഏതായത്തരങ്ങൾ? സൂറത്ത് ഗാഫിറിലെ 51, 52 എന്നീ ആയത്തുകൾ. അതെന്താ പറഞ്ഞറിയോ? ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തി ദുനിയാ വയൗമ യഖൂമുൽ അഷ്ഹാദ്. ഒരായത്ത് അർത്ഥം എന്താണെന്നറിയോ? ഇന്നാ നിശ്ചയമായും നാം ലനൻസുറു, തീർച്ചയായിട്ടും നാം സഹായിക്കുക തന്നെ ചെയ്യും, റുസുലന, നമ്മുടെ മുർസലീങ്ങളെ, നമ്മുടെ ദൂതന്മാരെ, നമ്മുടെ പ്രവാചകന്മാരെ തീർച്ചയായിട്ടും നാം സഹായിക്കുക തന്നെ ചെയ്യും. വല്ലദീനാമനു, വിശ്വാസികളെയും. ദൂതന്മാരെ മാത്രമല്ല, മുഅ്മിനീങ്ങളൊക്കെ നാം തീർച്ചയായിട്ടും ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിലും വയൗമ യഖൂമുൽ അഷ്ഹാദു, നാളെ പരലോകത്തും സഹായിക്കും. ആരെ സഹായിക്കും? പ്രവാചകന്മാരെയും സഹായിക്കും, മുഅ്മിനീങ്ങളെയും സഹായിക്കും. എന്തിനാ മുഅ്മിനീങ്ങൾ പേടിക്കണം? മുഅ്മിനീങ്ങളായാൽ മതി, മുഅ്മിനീങ്ങളാവണം. ഇതന്നെയാണ് കഴിഞ്ഞ ആയത്തിൻ്റെയും താല്പര്യം എന്നുള്ളത് നിങ്ങൾ മറക്കണ്ട. നമ്മളന്ന് വിശദീകരിച്ചൊക്കെ പറഞ്ഞതാണ്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ഒരു സ്വർഗം മാത്രം കൊടുക്കല്ല, ദുനിയാവിൽ നല്ല ഇസ്സത്തും അല്ലാഹു തആല, എല്ലാവിധ വിജയങ്ങളും സൗഭാഗ്യങ്ങളും മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കും. ഇതൊക്കെ ഇറങ്ങുന്ന സമയത്തെ മുഅ്മിനീങ്ങളെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പോയിട്ട് ഈ ദഅവത്ത് നടത്തുമ്പോൾ എന്താ അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. അബൂലഹബ് അടക്കം, അബൂലഹബ് നേരെ മൂത്താപ്പയാണ്. റസൂലുള്ളാഹി ജനിച്ചു എന്ന് കേട്ടപ്പോൾ സന്തോഷിച്ച് ആ സുഹൈബത്തിനൊക്കെ വിമോചിപ്പിച്ച് അങ്ങനെയൊക്കെയുള്ള വലിയ ആളാണ്. ഓരൊക്കെ ശത്രുക്കളായി മാറി. റസൂലുള്ളാഹിക്ക് അവരുടെ ദൈവങ്ങളുടെ തിരിച്ചടി ഏൽക്കുമെന്നവർ കരുതി റസൂലുള്ളാഹിനെ നശിപ്പിക്കാനുള്ള എല്ലാ സംഭവങ്ങളും നടത്തി. ഒരു സംഭവം നോക്കി ഞാൻ പറഞ്ഞുതരാം. ഇന്ന ആഴ്ത്തൈനാക്കൽ കൗസർ സൂറത്തുണ്ടല്ലോ, അതിലെന്താ പറയുന്നത്? ഇന്നോ ആഴ്ത്തൈനാക്കൽ കൗസർ, നബിയെ നിങ്ങൾക്ക് നാം കൗസർ തന്നിരിക്കുന്നു. കൗസർ, ഹൗദുൽ കൗസർ എന്ന് തന്നെ കരുതിക്കൊള്ളി. ഇന്നാ ആഴ്ത്തൈനാക്കൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, അതുകൊണ്ട് അങ്ങയുടെ റബ്ബിന് അങ്ങ് നിസ്കരിക്കുകയും, അറവ് ബലിണ്ടല്ലോ, പെരുന്നാൾ നിസ്കരിച്ച് അറവ് നടത്തിക്കോളി. ഇന്ന ഷാനി അകഹുവൽ അബ്തർ, അങ്ങയെ ആക്ഷേപിക്കുന്നവനാണ് കുറ്റിയറ്റവൻ എന്ന്. ആരോടാ അള്ളാഹ് പറയണത്? ഇതാരുദ്ദേശിച്ച് പറഞ്ഞതെന്നറിയോ? അബൂലഹബിനെ പറ്റി പറഞ്ഞതാണ്. എന്താ കാരണം നിങ്ങൾക്കറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുട്ടി അബ്ദുള്ള എന്ന കുട്ടി വഫാത്തായി മക്കയിൽ വെച്ച്. ഖദീജ ബീവിലുള്ള തങ്ങൾക്ക് 3 ആൺകുട്ടികളായിരുന്നല്ലോ. ഖദീജ ബീവിലാണ് 2 ആൺകുട്ടി ഉണ്ടായത്. ഇബ്രാഹിം എന്ന കുട്ടി മദീനത്ത് മാരിയത്തുൽ കിബത്തിയ എന്ന വൃത്തിയിലാണ് ഉണ്ടായത്. അങ്ങനെ അബ്ദുള്ള എന്നുള്ള കുട്ടി മരിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി അബൂലഹബിന്. ഖുറൈശിയുടെ അടുത്തൊക്കെ പോയിട്ട് പറയണം, ബത്തിറ മുഹമ്മദ് കുറ്റിയേറ്റവനായിരിക്കുന്നു. ആൺകുട്ടികളൊക്കെ മരിച്ചുപോയി, മരിച്ചാൽ കഴിഞ്ഞു, ആരും ഉണ്ടാവില്ല, ബാക്കിക്കാരും ഉണ്ടാവില്ല, ഇത് അതോടുകൂടി കഴിയും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചാൽ കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. ആൺകുട്ടികളൊക്കെ മരിച്ചാണ്, സന്തോഷം പറഞ്ഞാണ്. അതിന് അല്ലാഹു തആല കൊടുത്ത മറുപടിയാണത്. വല്ല മനോഗതങ്ങൾ എന്തായിരുന്നു, വല്ല ഉള്ളിരിപ്പ് എന്തായിരുന്നു ഈ സംഭവത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ പ്രസ്ഥാനം അവസാനിച്ചിരിക്കുന്നു എന്ന്. ആരാ ആൺകുട്ടി മരിച്ചപ്പോൾ? റസൂലുള്ളാഹിൻ്റെ. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ആ മക്കളല്ലേ അത് നിലനിൽക്കേണ്ടതെന്നുള്ളത്, നിലനിർത്തേണ്ടതെന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിൻ്റെ മക്കളെ കൊണ്ട് ലോകം നിറച്ചൊക്കെയാണ്. എല്ലായിടത്തും തങ്ങന്മാരാണ്, സയ്യിദന്മാരാണ്. അബൂലഹബിൻ്റെ ബാക്കി പറഞ്ഞാണ്ട് ആരെങ്കിലും ഞാൻ എവിടെയും കേട്ടിട്ടില്ല. അല്ലെ അബൂജഹലിൻ്റെ കുടുംബം എന്നും പറഞ്ഞാണ്ട് ആരും നമ്മളെവിടെയും കണ്ടിട്ടില്ല. മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിന് എന്തിനാണെന്ന് വെച്ചാൽ ഓലെ ഉള്ളിരിപ്പതായിരുന്നു. ഇതങ്ങനെ അവസാനിച്ച് പോകണമെന്നും അവസാനിക്കുമെന്നും അള്ളാൻ്റെ സഹായം ഇതിന് ഉണ്ടാവില്ല എന്നുമായിരുന്നു അവരുടെ വിചാരം. ആ റസൂലുള്ളാഹിക്കാണെങ്കിൽ തിരിച്ചടികൾ ഇങ്ങനെ നേരിട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ. ഈ അബൂലഹബ് തന്നെയാണ് റസൂലുള്ളാഹിനോട് തബ്ബല്ലക്ക, നീ തൊലഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞത്.
അതിനും അല്ലാഹു തആല മറുപടി കൊടുത്തു. ആർക്ക്? അബൂലഹബിന്. ഏതാണത്? തബ്ബത് യദാ അബീ ലഹബിൻ വത്തബ്. ഇപ്പോൾ തറാവിസ്കരിക്കുമ്പോഴൊക്കെ കേൾക്കലില്ലേ? ഈ ചരിത്രത്തിലേക്ക് കണ്ട് പോലുണ്ടോ നിങ്ങൾ? അബൂലഹബാണ് തുറഞ്ഞത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. മാ അഗ്നാ അൻഹു മാലുഹു, അവൻ്റെ സമ്പത്തൊന്നും യാതൊരു ഫലവും അവന് ചെയ്തില്ല. ഒമാ കസബ, അവൻ്റെ മക്കളും. കുറേ സമ്പത്തുള്ള വലിയ പണക്കാരനായിരുന്നു അബൂലഹബ്. ആ സമ്പത്തോ അവൻ്റെ മക്കളോ യാതൊരു ഫലവും അവന് ചെയ്തില്ല. സയസ്ല നാറൻ ദാത്ത ലഹബിൻ, തീജ്വാലകൾ ഉയരുന്ന നരകത്തിൽ അവൻ കടന്നു കരിയും. വംറഅതുഹു, അവൻ്റെ ഭാര്യയും. ഹമ്മാലത്തുൽ ഹതബ്, ബർഗ് കെട്ടിയായ അവൻ്റെ ഭാര്യയും. ഫി ജീദിഹ ഹബലുൻ മിൻ മസ്ദ്, അവിടെ കഴുത്തിൽ ഈത്തപ്പന നാരുകൊണ്ട് മെടഞ്ഞ ഒരു വടം ഉണ്ടാവും ആ നരകത്ത് കിടക്കുമ്പോഴേ. അല്ലെങ്കിൽ ഇപ്പം ഉണ്ട്. ഇതൊക്കെ എൻ്റെ അർത്ഥങ്ങളാണ്. ഈ ആയത്തുകളൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്താണ്. അബൂലഹബ് വന്നിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി പറഞ്ഞാണ്, നീ തൊലയിട്ടടാന്ന്. അതായിരുന്നു ഉദ്ദേശം. ഞാൻ അല്ലാഹു തആല മറുപടി കൊടുത്തു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓൽക്കൊക്കെ അല്ലാഹ് പറയാണ് ഒരൊറ്റ രക്ഷ മാത്രമേ ഉള്ളൂ. എന്ത്? ആത്മഹത്യ ചെയ്യാന്നല്ലാതെ അല്ലാഹു തആല തൻ്റെ റസൂലിനെ സഹായിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇവിടെ പറയണത്. മനസ്സിലായോ? പിന്നെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിഗംഭീരമായി റസൂലുള്ളാഹിനെ സഹായിച്ചു എന്നതാണ് ചരിത്രം. ഓരോ ഘട്ടത്തിലും. ഇപ്പം നമ്മൾ പറയാം ഹിജറിൻ്റെ സമയം, നാട് വിട്ട് പോവുകയാണ്. മക്കത്ത് ജന്മനാട്ടിൽ നിൽക്കാനുള്ള യാതൊരു സാഹചര്യവും ഇല്ലാത്തതുകൊണ്ട് നാട് വിട്ട് പോവുകയാണ്. ആ സന്ദർഭത്തിൽ പോലും അല്ലാഹു തആലാൻ്റെ സഹായങ്ങൾ ഉണ്ടായത് ഇല്ലേ? എന്തെല്ലാം സഹായങ്ങളാണ്. ഓർക്കണം മുഅ്മിനീങ്ങളെ. മുഅ്മിനീങ്ങൾ എന്തിനാണ് നിരാശപ്പെടുന്നത്? മുഅ്മിനീങ്ങൾ ചരിത്രങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ട് മുഅ്മിനായിട്ട് ജീവിക്കണം. ഒന്നും ബേജാറാകല്ല. പറയണത് ഇത് യംകുറു ബിക്കല്ലദീന കഫറു, സത്യനിഷേധികൾ അങ്ങയെ സംബന്ധിച്ചുള്ള കുതന്ത്രങ്ങൾ പ്ലാൻ ചെയ്ത സന്ദർഭം ഓർക്കണം. ലിയുസ്ബിതുക, അങ്ങയെ ബന്ദിയാക്കാൻ, റസൂലുള്ളാഹിനെ പിടിച്ച് കെട്ടിയിടുക, ചെങ്ങൽക്കിടുക, വീട്ടു തടങ്കല്ലാക്കുക. ഔ യഖ്തുലൂക, അല്ലെങ്കിൽ കൊല്ലുക. ഔ യുഖ്രിജൂക, അല്ലെങ്കിൽ നാട് കടത്തുക. വയംകുറൂൻ, അവർ ചില കുതന്ത്രങ്ങളും തന്ത്രങ്ങളും പ്ലാൻ ചെയ്യുന്നു. വയംകുറുള്ള, അല്ലാഹു തആല വേറെ ചില തന്ത്രങ്ങൾ അല്ലാഹു തആലയും മെനയുന്നു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അല്ലാഹു തആല തന്ത്രശാലികളിൽ ഏറ്റവും ഉത്കൃഷ്ടനാണ്. എന്തേ മനസ്സിലായോ? റസൂലുള്ളാഹിനെ കൊല്ലാൻ തീരുമാനിച്ചു മുഅ്മിനീങ്ങളെ. എല്ലാ ശ്രമങ്ങളും വിഫലമായപ്പോൾ ഞാൻ പറഞ്ഞു, അബൂ താലിബിനെ സമീപിച്ചു. പല പ്രലോഭനങ്ങളും എല്ലാം നടത്തി. ഇത് നടക്കണില്ല. അവസാനം ഓല് ദാറുൻ നദ്വയിലൊരു യോഗം കൂടി. അതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ, മദീനത്തുള്ള അൻസാരികളൊക്കെ വന്ന് റസൂലുള്ളാഹിക്കുള്ള എല്ലാ ഹെൽപ്പും വാഗ്ദത്തം ചെയ്തു എന്ന് അറിഞ്ഞു. അൻസാരികൾ, ഹൗസ് ഖസറജ് ഗോത്രക്കാർ റസൂലുള്ളാഹിക്ക് എന്ത് സഹായമാണ് വേണ്ടതെങ്കിൽ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായത് കൈ വിട്ട് പോവുകയാണ്, ഇതിന് പിടിച്ചാൽ കിട്ടൂല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിൽ ഓല് എത്തി. അങ്ങനെ ഓല് ദാറുൻ നദ്വയിൽ ഓല് ഗൂഢാലോചനയൊക്കെ നടത്തുന്ന സ്ഥലമാണ്. ഖുസൈബിന് അവൻ്റെ വീടാണത്. അവിടെയാണ് ഓല് അങ്ങനത്തെ ചർച്ചകളൊക്കെ നടത്തൽ. ഇപ്പോൾ ഹർമിൻ്റെ മുമ്പിലുണ്ടല്ലോ, അവിടെ അങ്ങനെ ആളുകൾക്കൊന്നും പ്രവേശനമില്ലാത്തൊരു, ഏത് ഭാഗത്താണ് ഇപ്പോൾ അവിടെ ആണത് എന്നാണ് പറയണത്. അങ്ങനെയാണ് പറയണത്. ദാറുന്നത്ത് വന്നതിൻ്റെ സ്ഥലമാണെന്ന് പറയുന്നത്. അവിടെ അങ്ങനെ ഒരു കൊട്ടാരം, അതായത് രാജാക്കന്മാരൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് പറഞ്ഞിട്ടൊരു സ്ഥലം അവിടെ കാണിക്കുന്നുണ്ട്. ദാറുന്നത്ത് പോലെ യോഗം കൂടി കുറേശികൾ ഇങ്ങോട്ട് ഒരു ചർച്ച ചെയ്ത് എന്താ നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഒരു അഭിപ്രായം വന്നു. എന്താണെന്നറിയോ? ലിയുസ്ബിതൂക, ഒന്നാമത്തെ അഭിപ്രായം ഇതാണ്. ഇത് യംകുറു ബിക്കല്ലദീന കഫറു ലിയുസ്ബിതൂക, തടഞ്ഞു വെക്കുക, വീട്ടു തടങ്കല്ലാക്കുക, ഏതെങ്കിലും ഒരു പെരിയിൽ വീട്ടു തടങ്കല്ലാക്കുക, ഒരഭിപ്രായം. അപ്പോൾ അത് സ്വീകാര്യത പ്രാപിച്ചില്ല. അത് പറഞ്ഞത് ശരിയാവില്ല, അതോടൊന്നും കാര്യമില്ല, അതോടൊന്നും ഇത് അസ്തമിക്കൂല, അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓല് തീരുമാനം എടുത്തു. എന്ത്? ഔ യഖ്തുലൂക, അല്ലെങ്കിൽ കൊല്ലാന്ന്. ഔ യുഖ്രിജൂക, അല്ലെങ്കിൽ നാട് കടത്തുക. ഈ നാട് കടത്തുക എന്നുള്ളത് നടപ്പാലെന്ന് പോലെ പറഞ്ഞു. നാട് കടത്തിയാൽ പിന്നെ ആ നാട്ടിൽ പോയിട്ട് എല്ലാവരും കൂടി കൊണ്ടുവരും. കാരണം അത്രയും വലിയ വശ്യശക്തി ഉണ്ട് ഇതിനെന്നുള്ളത് ഓൽക്കന്നറിയാം. അപ്പോൾ നാട് കടത്തലും ശരിയാവില്ല, വീട്ടിലിറങ്ങലും ശരിയാവില്ല. ലാസ്റ്റ് കൊല്ലാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനൊരു പ്രശ്നം ഉന്നയിക്കപ്പെട്ടു ആ ചർച്ചയിൽ. കൊന്നിട്ടുണ്ടെങ്കിൽ എന്താവൂലേ? ബനൂ ഹാഷിം അതിന് പ്രതിക്രിയ ചെയ്യും, തിരിച്ചടി ഉണ്ടാവും. അപ്പോൾ അത് വലിയ പ്രശ്നമാവും. അപ്പോൾ അതിനൊരു പരിഹാരം അവർ കണ്ടു. എല്ലാ ഖുറൈശികൾ തന്നെ ഓരോ ഉപഗോത്രങ്ങളാണ്.
എല്ലാ ഗോത്രത്തിലും പെട്ട ചെറുപ്പക്കാർ വന്നിട്ട് ഒറ്റ ആൾ കൊല്ലും പോലെ ഒറ്റടിക്കില്ല. അപ്പോൾ എല്ലാവരോടും പാടെ ഈ ബനു ഹാഷിമിനെ തിരിച്ചടിക്കാൻ എന്നുള്ളൊരു തീരുമാനം പാസ്സാക്കി കൊല്ലാൻ തീരുമാനിച്ചു. അല്ലേ? ഈ ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അങ്ങനെ ഓരിങ്ങനെ വീട് വളഞ്ഞിങ്ങനെ നിന്ന രാത്രിയിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഹിജ്റ പോകാനുള്ള സമ്മതം കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അല്ലാഹു തആല ഹിജ്റ പോകാൻ സമ്മതം തന്നിട്ടുണ്ട്. ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞെന്താണെന്നറിയോ? എന്നാൽ സഹയാത്രികനാവാൻ എന്നെ അനുവദിക്കണം നബി എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് റസൂലിനെയും പറഞ്ഞു. രണ്ടാളും പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഒക്കെ റെഡിയായി നിന്ന അന്നാണ് ഇവർ വീട് പണിയുന്നത്. വീട് പൊളിഞ്ഞിട്ട് പോലും ഇങ്ങനെ കാത്തിക്കാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഇവരെ ഈ ചർച്ചയും പ്ലാനൊക്കെ റസൂലുള്ളാഹിക്ക് അറിയിച്ചു കൊടുത്തു. അവരിങ്ങനെ വീടിങ്ങനെ വളഞ്ഞ് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്നു. സൂറത്ത് യാസീനിൽ ആയത്തുണ്ടല്ലോ, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ. അവരുടെ മുമ്പിലും ഒരു മതിലുണ്ട്, പുറകിലും നാം ഒരു മറയാക്കിയിട്ടുണ്ട്, നാം അവരാകെ പൊതിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് കാണൂല എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. ആയത്തിൻ്റെ അർത്ഥത്താണ് അത്. കാഫിരികളെ പറ്റി പറയാണ്. ഏത് ഖുർആനായത്ത് ഓതിയിട്ടും കാര്യമില്ല, മുമ്പിലും മതിലാണ് ബാക്കിലും മതിലാണ്, ആകപ്പാടെ മൂടി കളഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഒരു കാണൂല എന്നുള്ളതാണ്. ഈ ആയത്ത് ഓതി തങ്ങൾ വീട്ടിൽ നിന്നിട്ട് ഇറങ്ങി ഒരു പിടി മണൽ വാരി കണ്ട് എറിഞ്ഞു. റസൂൽ പോണത് ആൾക്കാരും കാണാനും കഴിഞ്ഞില്ല. റസൂൽ കോളായിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചെന്നു. രണ്ടാളും നേരെ എടുക്കാൻ പോയത് സൗർ ഗുഹയിലേക്കാണ്. പോയി 3 ദിവസമാണ് അവിടെ തങ്ങണത്. അതിൻ്റെ ഇടയിൽ മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും കിടക്കണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര സുന്ദരമായിട്ടാണ് ഇവരൊക്കെ പടിയായി. ഇവർ റസൂലുള്ളാഹിൻ്റെ പുതപ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കണ്ടല്ലോ വീട്ടിക്ക്. ആ പുതപ്പിൻ്റെ വീട്ടിൽ ആൾ കിടക്കുന്നുണ്ട്. ആളാരായിരുന്നു? എന്തിനായിരുന്നു അലി റളിയല്ലാഹുവിനോട് കടത്തിയത്? അതിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ അലിയാർക്ക് ഒപ്പം പോയിക്കൂടെ? അത് കോയമ പറയണം. അലിയാരുടെ കടത്തിയത് എന്തിനായിരുന്നു? അതാണ് ഏറ്റവും വലിയ പോയിന്റ്. കോയമോ ഞാൻ പറഞ്ഞുതരാം. അമാനത്തുകളൊക്കെ ഏൽപ്പിച്ചതാണ്. ഈ ഖുറൈശികൾക്ക് അന്നും ഓലെ അമാനത്തുകൾ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ഒരേ ഒരാൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. ഈ ഖുറൈശി കുഫാറുകൾക്കൊക്കെ ഉള്ള അമാനത്തുകൾ ആരത്തുണ്ടായിരുന്നു? വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട സംഗതികൾ അതൊക്കെ കൊടുക്കാൻ ആരെ ഏൽപ്പിച്ചൊക്കെയാണ്? അലിയാരെ. അതിനാണ് അവിടെ കടത്തിയത്. അങ്ങനെ പോയിട്ട് മുഅ്മിനീങ്ങളെ സൗർ ഗുഹയിൽ പോയി. അങ്ങനെ സൗർ ഗുഹയിലെത്തിയപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ, ഇനിയുള്ള ആയത്തുകളും ശ്രദ്ധിച്ചോക്കണം. സൗർ ഗുഹയിൽ പോയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഖുറൈശികൾ എന്ത് ചെയ്തു? റസൂലുള്ളാഹിനെ തെരഞ്ഞ് കണ്ടുപിടിക്കാൻ വേണ്ടി ആളുകളൊക്കെ വിട്ടു. അവർക്ക് വലിയ ഇനാമുകളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടു. അങ്ങനെ തെരഞ്ഞു നടക്കുന്ന ആളുകൾ എവിടെ എത്തി? ആ മലമിലെത്തി. ആലോചിച്ച് നോക്കണം. നിങ്ങളാരെയും മലമ പോയിക്കണോ? ഹൈദരാബാദിൽ പോയി നോക്കണം. എത്ര കാലം പോകണം? അവിടെ എത്തി. ഗുഹാമുഖത്തന്നെ ഗുഹാമുഖത്ത് ഇങ്ങനെ എത്തിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യം നമ്മളെപ്പോഴും ഓതുന്ന ആയത്താണ്. അത് കേട്ടോളി. ഇല്ലാ തൻസുറൂഹു, നിങ്ങൾ നബിനെ സഹായിക്കുന്നില്ലെങ്കിൽ. അതൊരു യുദ്ധത്തിന് പോകാൻ വേണ്ടി അല്ലാഹു തആല ഒരു കൽപ്പന കൊടുത്തപ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇല്ലാ തൻസുറൂഹു, നബിയെ നിങ്ങൾ സഹായിക്കുന്നില്ലെങ്കിൽ ഫഖദ് നസറഹുല്ലാഹു, അല്ലാഹ് നബിനെ സഹായിച്ചിട്ടുണ്ട്. ഇത് അഖ്റജഹുല്ലദീന കഫറു, സത്യനിഷേധികൾ അവിടുത്തെ പുറത്താക്കിയപ്പോൾ താനിയത്തിനേനി, രണ്ടാൾ മാത്രമായിക്കൊണ്ട്, മൂന്നാമത്തെ ഒരാളില്ല, അല്ലല്ലാതെ രണ്ടാൾ മാത്രമായി ഇവർ പുറത്താക്കി. ഇദ്ഹുമാ ഫിൽ ഗാർ, ആ ഗുഹയിൽ അവരായ സമയത്ത്, ഇത് യഖൂലു ലി സ്വാഹിബിഹി, തൻ്റെ കൂട്ടുകാരനോട് നബി പറഞ്ഞ ആ സമയം. ആരാ കൂട്ടുകാരൻ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖിനോട് തങ്ങൾ പറയുന്നു, ലാ തഹ്സൻ, സിദ്ദീഖെ വ്യസനിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, നിശ്ചയമായും അല്ലാഹു തആല നമ്മോടൊപ്പമുണ്ട്. ഇന്നല്ലാഹ മഅനാ, ഇത് മനസ്സിൽ നോട്ട് ചെയ്യേണ്ട ഒരു വാക്കാണ് മുഅ്മിനീങ്ങളെ. നമ്മോടൊപ്പം ആരുണ്ട്? സിദ്ദീഖെ വ്യസനിക്കണ്ട, തീർച്ചയായിട്ടും അല്ലാഹ് ഉണ്ട് കൂടെ, അതുകൊണ്ട് വ്യസനിക്കണ്ട. ഫഅൻസലല്ലാഹു സക്കീനതഹു അലൈഹി, അപ്പോൾ അല്ലാഹു തആല അള്ളാഹിൻ്റെ സക്കീനത്ത് അങ്ങോട്ട് ഇറക്കി കൊടുത്തു. സമാധാനം എന്നാണ് സക്കീനത്തിൻ്റെ അർത്ഥം. അതിലും വിപുലമായ ആശയണ്ടതിന് അല്ലാഹു തആല സക്കീനത്ത് അങ്ങോട്ട് ഇറക്കി കൊടുത്തു മുഅ്മിനീങ്ങളെ. അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറവ, നിങ്ങൾ കാണാത്ത ചില സൈന്യത്തെ കൊണ്ട് അള്ളാഹ് ശക്തിപ്പെടുത്തി നബിനെ. നിങ്ങളൊന്നും കാണാത്ത ചില സൈന്യങ്ങൾ. വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ല, സത്യനിഷേധികളുടെ വാക്യം അല്ലാഹു തആല പരാജയപ്പെട്ടതാക്കി. വകലിമത്തുല്ലാഹി അലൽ ഉല്യ, അല്ലാഹുവിൻ്റെ വചനത്തെ അല്ലാഹു തആല ഉന്നതമാക്കുകയും ചെയ്തു. വല്ലാഹു അസീസുൻ ഹക്കീം, അല്ലാഹു തആല അജയ്യനാണ്, യുക്തിജ്ഞനാണ് അല്ലാഹു തആല.
ഇതേതാ സമയം നിങ്ങൾക്കറിയോ? ഖുറൈശികൾ ഗുഹാമുഖത്ത് എത്തിക്കണ്. ആ ഖുറൈശി അവൻ്റെ കാലുമുക്ക് നോക്കിയാൽ ആരെ കാണും? ഗുഹ അടിക്കാണ്. അടിക്കിറങ്ങി പോകണമുണ്ട്. ചെറിയ പോടെ പോയി നോക്കണം. പോകൽ സുന്നത്താണ്. മക്കയിൽ പോകുന്ന ആളുകൾക്കൊക്കെ അവിടെയൊക്കെ പോകൽ ചെയ്തുണ്ട്, സുന്നത്തുണ്ട്. സൗർ ഗുഹയിൽ പോലും സുന്നത്തുണ്ട്. അതുപോലെ പിന്നെ മറ്റേ ഗുഹ ഏതാണ്? ഇറാ ഗുഹ, ജബലുന്നൂർ, അവിടെയൊക്കെ പോകൽ ചെയ്തുണ്ട്, സുന്നത്താണെന്ന് അയ്മത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അതിനൊക്കെ കഴിയുമ്പോൾ പോവും വേണം. ഒരു ബൈപ്പാസൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പോകാൻ തിരിഞ്ഞാൽ ചിലപ്പോൾ കഴിഞ്ഞോളൊന്നുമില്ല. തമാശ അറിയില്ല. നല്ല ആരോഗ്യമുള്ളപ്പം പോകണം. അതിനിപ്പോൾ എന്താ പ്രശ്നം? ഹജ്ജ് ചെയ്ത് കഴിഞ്ഞ് വന്നാൽ പിന്നെ അതിനെ മട്ടം പോലെ വെക്കണ്ടേ? അത് പറ്റ വയസ്സായിട്ട് അടുത്ത കൊല്ലം മരിച്ചെങ്കിൽ തലേ കൊല്ലം പോകാമെന്നുള്ള നിൽക്കുകയാണ് ആളുകൾ നിൽക്കണത്. അപ്പോൾ അതൊന്നും നടക്കൂല. ഇവിടെ അല്ലാഹു തആല പറയാണ്, നിങ്ങളൊന്നും കാണാത്ത സൈന്യത്തെ എത്ര സ്ഥലത്ത് അങ്ങനെ പറഞ്ഞ നിങ്ങൾക്കറിയോ? ഇനി ഇങ്ങോട്ട് നോക്കി. ഇപ്പം എന്നെ ഓതി കളിപ്പിച്ചത് സൂറത്ത് തൗബയാണ്. അൻഫാലിൽ തന്നെ മുഅ്മിനീങ്ങളെ. പിന്നെ ആ യാത്രയിൽ സുറാഖത്ത് ബിൻ മാലിക് പിന്തുടർന്നതും ആ സുറാഖത്തിൽ നിന്നൊക്കെ അല്ലാഹു തആല അത്ഭുതകരമായി രക്ഷിച്ച ചരിത്രമൊക്കെ ഉണ്ട്. ചരിത്രങ്ങൾ കുറേ ഉണ്ട്. പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് അല്ലാഹു തആല പറഞ്ഞ ചില സംഗതികൾ മാത്രമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ കേൾക്കണം. സഹായത്തിൻ്റെ വളരെ പ്രകടമായ സഹായത്തിൻ്റെ ഒരു തുടക്കമുണ്ടായത് ബദറിലാണല്ലോ. അതിനെ സംബന്ധിച്ച് പറഞ്ഞത് എല്ലാ കൊല്ലം നമ്മൾ ചർച്ചയിലുണ്ട്. അതൊന്ന് നമുക്കൊന്ന് ഓർമ്മ പുതുക്കുക. മുഅ്മിനീങ്ങളെ, ഇസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് നിങ്ങൾ സഹായം തേടിയ സന്ദർഭം സ്മരണീയമാണ്. അതൊക്കെ നിങ്ങൾ ഓർക്കണം. ഫസ്തജാബ ലക്കും, ഉടനെ അല്ലാഹു തആല നിങ്ങൾക്ക് ഉത്തരം തന്നു. അന്നീ മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലായികത്തി മുർദിഫീൻ, ആയിരക്കണക്കിന് മലക്കളെ കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിച്ചോളാമെന്ന്. അങ്ങനെ ഇത് യുഹി റബ്ബുക, റബ്ബ് വഹി നൽകിയ സന്ദർഭം മിനൽ മലായികത്തിങ്ങളിലേക്ക്, അന്നീ മഅക്കും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് മലക്കളെ. ഫസബ്ബിത്തുല്ലദീന ആമനു, അതുകൊണ്ട് സത്യവിശ്വാസികൾക്ക് നിങ്ങൾ സ്ഥിരത നൽകണം. സഉൽഖി ഫീ ഖുലൂബില്ലദീന കഫറു റുഅബ, സത്യനിഷേധികളുടെ ഹൃദയത്തിൽ നാം പേടിയിട്ട് കൊടുക്കും. മലക്കളോടാണ് അല്ലാഹു പറയണത്, ഞാൻ നിങ്ങളൊപ്പം ഉണ്ട്, നിങ്ങൾ സത്യവിശ്വാസികളുടെ കൂടെ നിൽക്കണം. ആ നിഷേധികൾക്ക് ഞാൻ പേടി ഹൃദയത്തിൽ ഇട്ട് കൊടുക്കും. ഫദ്രിബൂ ഫൗക്കൽ അനാക്ക്, അവരുടെ പെടലിൻ്റെ മേതെ വെട്ടിക്കോളി നിങ്ങൾ. ഫദ്രിബൂ മിന്നും കുല്ല ബനാൻ, അവരുടെ കൈകാലുകളുടെ അഗ്രങ്ങളൊക്കെ വെട്ടിക്കോളി. മലക്കളോട് അല്ലാഹു തആല പറയുന്നത് വെട്ടി എന്നാണ്. മലക്കൾ വെട്ടിയ വെട്ടൊക്കെ വേറെ തന്നെ കണ്ടിരുന്നു ബദറിൽ എന്നാണ്. അതൊക്കെ ചരിത്രങ്ങളാണ്. കണ്ടങ്ങൾ ആദ്യമായിട്ട് പ്രകടമായൊരു സഹായം ഉണ്ടായത് ബദറിലാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ബദറിൻ്റെ തലേന്ന് ഉറങ്ങാതെ അള്ളാഹിനോടാണ് ഇതായിരുന്നു. എന്ത് കട്ടകാലം വന്നാലും റസൂലുള്ളാഹിന്റെ സുന്നത്ത് അതാണ്, നിസ്കാരത്തിലേക്ക് നിൽക്കുക. ഇതാ ഹസബഹു അമ്രുൻ, എന്തെങ്കിലും ഒരു പ്രശ്നം തങ്ങളെ അലട്ടിയാൽ ബാദറ ഇല സ്വലാ, നിസ്കാരത്തിലേക്ക് അഭയം തൊടും. നിസ്കാരത്തിൽ അങ്ങോട്ട് ദ്വാരക്കും. നീണ്ട സുജൂദിൽ കിടന്നൊരു പൊടി ഉറങ്ങാതെ ആ തലേ രാത്രി. അലിയാർ പറയണം എല്ലാവരും ഉറങ്ങാണ്, റസൂൽ ഉറങ്ങണില്ല. റസൂലുള്ളാഹിക്ക് വേണ്ടി സുജൂദിൽ കിടന്ന് ദ്വാരക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് കണ്ടിട്ട് വന്നിട്ട് റസൂൽ തന്നെ ബാക്കിൽ പിടിച്ചു എന്നാണ്. നബിയെ മതി ഇത് വരുന്നത്, അള്ളാഹ് സഹായിക്കും എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിനോട് പറയൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു ദുആ ചെയ്തിട്ടുണ്ട് പഠിച്ചോനെ. ആ ദുആ എപ്പോഴാണ് തുടങ്ങിയെന്നറിയോ? ബദറിൽ റസൂലിൻ്റെ രണ്ട് സംഘത്തിങ്ങനെ നോക്കുമ്പോൾ ഒരു നിലക്കും ഭൗതിക സാഹചര്യം വെച്ച് ശത്രുക്കളെ നേരിടാൻ മുഅ്മിനീങ്ങൾക്ക് സാധ്യമല്ല. ആയുധങ്ങളില്ല, അംഗബലമല്ല, ഒന്നുമില്ല. അതിലാണ് ദുആ എന്ന ആയുധം കൊണ്ട് എടുത്തത്. ആ തങ്ങളങ്ങോട്ട് ദുആയിരുന്നു, പഠിച്ചവനെ ഈ ചെറിയ ഈ സംഘം, ആ 313 ആളുണ്ടല്ലോ, ഇവർ ഇന്നിവിടെ നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ ഈ ഭൂലോകത്ത് നിന്നെ ആരാധിക്കാൻ ഒറ്റ കുട്ടി ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ വായദ ചെയ്ത സഹായം ഉടനെ തരണം പഠിച്ചവനെ എന്നാണ് ദുആ. ആ ദുആ നടത്തിയ റസൂലുള്ളാഹിക്ക് ഒരു പന്തലുണ്ടാക്കിയിരുന്നു. അവിടെയാണ് ഇപ്പോൾ മസ്ജിദുൽ ഹരീഷ് ഉള്ളത്. അപ്പോൾ അതിൽ പല സ്ഥലങ്ങളുണ്ട്. പന്തൽ പള്ളി, അപ്പുറത്തൊരു മലൻ്റെ പേരും പിന്നെ ജബലുൽ മലായിക്ക എന്നാണ് ഒരു മല. അവിടെ അങ്ങനെയാണ് അറിയപ്പെടുന്നത് ബദറിൽ. കണ്ടണോ കുഞ്ഞിപ്പാജി? ആ മലക്കൾ ഇറങ്ങിയ മലയാണെന്നാണ് പറയണത്. മലക്കളുണ്ട് ഇറങ്ങിയില്ലേ? കണ്ടാണ് നിങ്ങൾ? അള്ളാഹ് പറയണ ഞാൻ ഉണ്ട് കൂടെ. ഇത് റസൂലിന് മാത്രമല്ല, നല്ല മുഅ്മിനീങ്ങൾക്കും ഉണ്ടാവും. എന്താ നിങ്ങൾ മനസ്സിലാക്കിയാണ്? മുഅ്മിനാവണം. മലക്കൾ ഇറങ്ങി. ഗുഹയിൽ നിങ്ങൾ കാണാത്ത സൈന്യങ്ങൾ ഇറക്കിയെന്നാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ ഏറ്റവും ഗംഭീരമായ ഒരു സഹായം വിജയം ഉണ്ടായൊരു സംഭവം, അത് അഹ്സാബ് യുദ്ധത്തിലാണ് മുഅ്മിനീങ്ങളെ. അഹ്സാബ് യുദ്ധം ആ രംഗം പട ഖുർആനിൽ പറഞ്ഞ് നിങ്ങൾക്ക് അന്ന് കേൾപ്പിച്ചു തരാം.
ഇതൊക്കെ എന്നും കേൾക്കണം, ഇടക്കിടക്ക് ഓതി നോക്കണം. എന്തിനാണ് മോമിനിങ്ങൾ ബേജാറാണെന്ന്. അഹ്സാബ് ഈ സൂറത്തിൻ്റെ പേര് അഹ്സാബ് എന്നാണ്. ഈ സൂറത്തിൻ്റെ തന്നെ പേരെന്താണ്? അഹ്സാബ് എന്നാണ്. ഈ അഹ്സാബ് സൂറത്തിൽ അഹ്സാബ് പറഞ്ഞ അർത്ഥം നിങ്ങൾക്കറിയോ? ഹിസ്ബ് എന്നതിൻ്റെ ബഹുവചനമാണ് അഹ്സാബ് എന്ന് പറയുന്നത്. ഹിസ്ബ് പറഞ്ഞാൽ സംഘം, പാർട്ടി എന്നാണ്. അപ്പോൾ അഹ്സാബ് പറഞ്ഞാൽ പാർട്ടിക്കാരൊക്കെ പാടെ സഖ്യ കക്ഷികൾ എന്നൊക്കെ പറയില്ലപ്പോൾ അമേരിക്കയും സഖ്യകക്ഷികളും എന്നൊക്കെ പറയില്ലേ? അങ്ങനെയാണല്ലോ പോക്കെ നേരിടല്. അത് തന്നെയാണ് സംഭവം. ഖന്തക്ക് യുദ്ധം അങ്ങനെയായിരുന്നു. ഖുറൈശികൾ ഒറ്റക്കല്ല, ഒത്തുവാൻ ഗോത്രവും അസദ് ഗോത്രവും ഇവിടുന്ന് പോയ ജൂതന്മാരെ വക ഓലും എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് 12,000 ആളുകളുണ്ടായിരുന്നു. ഖുറൈശികൾ എങ്ങനെ മെനക്കെട്ടാലും 12,000 ആളെ ഒപ്പിച്ച് അവരെ കൊണ്ട് കഴിയൂല. എല്ലാ ഗോത്രങ്ങളും പാടെ കൂടി വന്ന് മദീന വളഞ്ഞ് യുദ്ധത്തിന് വന്ന ആ യുദ്ധമാണ് ഖന്തക്ക് യുദ്ധം. അതിൻ്റെ പേരാണ് അഹ്സാബ്. ഈ സൂറത്തിൻ്റെ പേര് അഹ്സാബാണ്. ഈ അഹ്സാബ് സൂറത്തിൽ അല്ലാഹ് പറയുന്ന ഒരു വാക്കുകൂടി നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം മോമിനീങ്ങളെ. യാ അയ്യുഹല്ലദീന ആമനൂ, 9-ാമത്തെ ആയത്താ. സത്യവിശ്വാസികളെ ഒതുക്കുറു, ഓർക്കണം. നിയമത്തല്ലാഹി, അള്ളാഹു തന്ന നിയമത്ത് ആരേക്കും നിങ്ങൾക്കുമേൽ. ഇത് ജാഅത്തുക്കും ജുനൂദുൻ, സൈന്യങ്ങളൊക്കെ പാടെ നിങ്ങൾക്ക് വന്നപ്പോൾ ഫഅർസൽനാ അലൈഹിം, അപ്പോൾ അവർക്കെതിരെ നാം പ്രയോഗിച്ചു, അയച്ചു, റീഹൻ, ഒരു കാറ്റിനെ. കാറ്റാണ്. അന്ന് അല്ലാഹു തആല ആ ടീമിൻ്റെ നായകൻ അബൂ സുഫിയാൻ ആയിരുന്നു. അത് റളിയല്ലാഹു അൻഹു പറഞ്ഞോ? റളിയല്ലാഹു അൻഹു എന്ന് പറയണം. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു അതിൻ്റെ നായകൻ. കാറ്റും കൊണ്ട് അടിച്ച് അടുപ്പൊക്കെ പാറിപ്പോലെങ്കിൽ ടെൻ്റൊക്കെ പാറൽ തുടങ്ങി. ആകെ പേടിയായി. പേടിയിട്ട് കൊടുക്കണം അല്ലാഹു തആല. അബൂ സുഫിയാൻ പറഞ്ഞു, ഞാൻ പോവുകയാണ് പറഞ്ഞാണ്ട് ഒരൊറ്റ പോക്കാണ്. പോകുന്നോളി, ഞാൻ പോകുന്ന മക്കത്തേക്കാണ് പോയി. അതാണ് ആ സംഭവം. അതാണ് വലൈക്കും ആ കാറ്റാണേ പറഞ്ഞു. ഉപജൂനു തന്നെ ഒരു സൈന്യത്തെയും, എങ്ങനത്തെ സൈന്യം? തറോഹ, നിങ്ങൾ കാണാത്ത സൈന്യം. കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരു സൈന്യത്തെയും നാം നിയോഗിച്ചു. എന്നിട്ടോ വകാനല്ലാഹു ബിമാ തഅമലൂന ബസീറ, നിങ്ങൾ ചെയ്യുന്നൊക്കെ അല്ലാഹു തആല അറിയുന്നവനാണ്. ഇത് ജാഊക്കും, ശത്രുക്കൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ, മിൻ ഫൗഖിക്കും, നിങ്ങളെ മുകളിലൂടെയും, വമിൻ അസ്ഫല മിൻകും, താഴെ ഭാഗത്ത് കൂടെയും, വൈദ് സാഗത്തിൽ അബ്സാർ, കണ്ണുകളൊക്കെ തെറ്റിയപ്പോൾ, വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ, ഹൃദയങ്ങളൊക്കെ തൊണ്ടൻകുയിലേക്ക് എത്തിയപ്പോൾ. ഹൃദയങ്ങളൊക്കെ കണ്ട് കയറിയിട്ട് തൊണ്ടൻകുയിക്ക് തന്നെ പേടിച്ചിട്ട് ആര്? മോമിനിങ്ങൾ. ഇതൊക്കെ ഉണ്ടായതാണ് മോമിനിങ്ങൾ. എന്താ കാരണം നിങ്ങൾക്കറിയോ? ഈ മുഅ്മിനീങ്ങൾ എന്ത് ചെയ്തു? യുദ്ധത്തിന് വേണ്ടി ഖന്തക്ക് കണ്ട് പോയിന്ന് മദീനത്ത് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ നിർത്തിയത് ബനൂ ഖുറൈള ഗോത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ജൂത ഗോത്രം ഉണ്ടായിരുന്നു അവിടെ. ഓലയാണ് ഏൽപ്പിച്ചു പോകുന്നത് നോക്കാൻ. ഓല യുദ്ധത്തിൻ്റെ നിർണായകമായ ഘട്ടത്തിൽ കൂറുമാറി ശത്രുപക്ഷത്തേക്ക് പോയി. അങ്ങനെ ഉണ്ടാവും അവസ്ഥ ആലോചിച്ചൊക്കെ നിങ്ങൾ. ആ സന്ദർഭത്തിൽ ഞാൻ എന്താ ചെയ്യാന്നുള്ള അതാണ് ഈ വർണ്ണിക്കണത്. ആണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളി. ആര് കൂറുമാറിയിട്ടും കാര്യമില്ല. അള്ളപ്പുറത്താണെങ്കിൽ അള്ളാൻ്റെ സഹായം ആർക്കാണ് അവർക്ക് വിജയിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മളോട് അല്ലാഹു തആല ഖുർആനിൽ പറയണത്. ഇടോക്കി വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ, ഹൃദയങ്ങൾ തൊണ്ടൻകുഴി വരെ എത്തി. വതുളുന്നൂന ബില്ലാഹി ളുനൂന, അള്ളാഹിനെ പറ്റി നിങ്ങൾ പലയാതി വിചാരങ്ങളും. അല്ല, എന്താ ഇപ്പോൾ അല്ലാഹു തആല നമ്മളെ സഹായിക്കാത്തത്? ഒരു കൂറുമാറിയല്ലോ, അല്ല നമ്മൾ പരാജയപ്പെടും, ഇങ്ങനെയൊക്കെ ഓരോ ചിന്തകൾ. എന്തിപ്പോൾ അല്ലാഹു തആല നമ്മളെ കൈവിട്ടത് എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടായി നിങ്ങൾക്ക്. ഉനാലിക, അവിടെ ഒബുതുലിയൽ മോമിനൂന, സത്യവിശ്വാസികൾ പരീക്ഷിക്കപ്പെട്ടു. വസുൽസുലു സിൽസാലൻ ഷദീദാ, അവർ ശക്തമായി കിടുകിട വിറപ്പിക്കപ്പെട്ടു മോമിനിങ്ങൾ. അത്തരമൊരു സമയത്താണ് കാറ്റും കാണാത്ത സൈന്യങ്ങളിൽ വന്നത്. അബൂ സുഫിയാനും ടീമും ഓടിയാണ് പോയി. അല്ലാഹു തആല സഹായിച്ചു. എത്രാം കൊല്ലത്തിലാണെന്നറിയോ? ഹിജ്റ 5-ാമത്തെ കൊല്ലത്തിലാണ്. തങ്ങൾ പ്രഖ്യാപിച്ചു, ഇനി മേലിൽ ഖുറൈശികൾ നമ്മളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരൂല, ഇനി നമ്മൾ അങ്ങോട്ടേ അന്നാണ് പറഞ്ഞതാണ്. പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ അങ്ങോട്ട് പോയേക്കാണ്. പിറ്റേ കൊല്ലം തന്നെ പോയി. യുദ്ധത്തിന് പോയതല്ല, ഉംറ ചെയ്യാൻ വേണ്ടി പോയി. ഹിജ്റ 6-ാമത്തെ കൊല്ലം. 7-ാമത്തെ കൊല്ലം ആ ഉംറ ചെയ്തു. 6-ാമത്തെ കൊല്ലം ചെയ്തില്ല, ഒരു സന്ധിയിൽ കലാശിച്ചു. 8-ാമത്തെ കൊല്ലം മക്ക ഫത്ഹായി. അതിന് മുമ്പ് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞവരോട് അല്ലാഹു തആലയോട് പറഞ്ഞു നോക്കിയാണ് നിങ്ങൾ. ഇതൊക്കെ നമ്മൾ മോമിനീങ്ങളെ, ഇതൊക്കെ നമ്മളെ എപ്പോഴും മനസ്സിലാക്കേണ്ട സംഗതികളാണ്. അല്ലാഹു തആല ഹുനൈനിലും ഹുനൈൻ എന്ന് പറഞ്ഞാൽ മക്ക ഫത്തിൻ്റെ ശേഷം ഉണ്ടായ യുദ്ധമാണ്.
അത് നല്ല പോയിൻ്റുള്ള പ്രയോഗമാണ്. ആയത്താണ് ഇപ്പോൾ ഞാൻ നോക്കണത്. ഹുനൈനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ചു. ഇത് അഅജബത്തുക്കും കസറത്തുക്കും, നിങ്ങളുടെ ആധിക്യം നിങ്ങളെ ഉജുബിലാക്കിയപ്പോൾ ഫലം തുഗ്നി, എന്നിട്ട് ആ ആധിക്യം യാതൊരു ഫലവും ചെയ്തില്ല. ആധിക്യം എന്ന് പറഞ്ഞാൽ 12,000 ഭടന്മാരുണ്ടായിരുന്നു അന്ന് മുഅ്മിനീങ്ങളുടെ പക്ഷത്ത്. എത്ര? ഒരിക്കലും നമുക്ക് തോൽവി ഉണ്ടാവില്ല എന്നുള്ളൊരു ഹുങ്കിലായിരുന്നു നിന്ന് പോയത്. അതുതന്നെയാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് തന്നെയാണ് ഉജ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സൂറത്ത് തൗബയിലാണ്. ആയത്ത് നിങ്ങൾക്ക് ഓതിത്തരാം. ലഖദ് നസറക്കുമുല്ലാഹു, അല്ലാഹു തആല നിങ്ങളെ സഹായിച്ചു, ഫി മവാത്തിന കസീറത്തിൻ, ധാരാളം ഘട്ടങ്ങളിൽ, വയൗമ ഹുനൈനിൻ, ഹുനൈൻ യുദ്ധത്തിലും, ഹുനൈനിൻ്റെ ദിവസത്തിലും, ഇത് ആജബത്തുക്കും കസറത്തുക്കും, നിങ്ങളുടെ കസറത്ത്, നിങ്ങളുടെ പെരുപ്പം. 12,000 ആളുണ്ട്. മക്ക 10 കാക്കാൻ പോയ 10,000 ആളുണ്ട്. പിന്നെ അവിടുന്ന് മക്കത്തുനിന്ന് കൂടിയ ഒപ്പം കൂടുതലുണ്ട് 12,000 ആളുകളുണ്ട്. അതിൽ മുശ്രിക്കീങ്ങൾ വരെ ഉണ്ടായിരുന്നു റസൂലുള്ളാഹിന്റെ ഒപ്പം. ഫലം തോന്നി അൻകും ഷൈഅ, നിങ്ങളുടെ ആധിക്യമൊന്നും ഒരു ഫലവും ചെയ്തില്ല. കുറേ പട്ടാളക്കാരുണ്ട് വെച്ചിട്ടൊന്നും വിജയമൊന്നും ഉണ്ടായില്ല. പിന്നെ എന്താ ഉണ്ടായത് നിങ്ങൾക്കറിയോ? വദാഖത്ത് അലൈക്കുമുൽ അർദു ബിമാ റഹബത്, ഭൂമി വിശാലമാകലോടുകൂടെ ഭൂമി നിങ്ങൾക്ക് കുടുസായി. തുമവല്ലൈത്തും മുദ്ബിരീൻ, പിന്തിരിഞ്ഞാണ്ട് ഓടി. നിങ്ങൾ ഹുനൈനിൽ നിന്ന് പിന്തിരിഞ്ഞോടി. 12,000 വരുന്ന ആ സൈന്യം, ശത്രു സൈന്യം എത്ര നിങ്ങൾക്കറിയോ? 3,000. ഹുനൈനിൽ ശത്രുക്കളുടെ എണ്ണം 3,000, മുസ്ലിങ്ങളുടെ സൈന്യത്തിൻ്റെ എണ്ണം 12,000. ഇതിൽ മുസ്ലിങ്ങളല്ലാത്തവരുണ്ട്. മക്ക 10 ആയപ്പം വിശ്വാസത്തിലേക്ക് വരാത്ത ചില മുശ്രിക്കീങ്ങളും റസൂലുള്ളാഹിനൊപ്പം കൂടിയിനി യുദ്ധത്തിന്. അതാണ് ആ ഹുനൈൻ യുദ്ധം. അതേ സ്ഥാനത്ത് ഇവിടെ 1000-ഓളം വരുന്ന ശത്രുക്കളോട് 313 ആൾ വളരെ കൂളായിട്ട് ജയിച്ചും ചെയ്തു. അപ്പോൾ 12,000 ആളുണ്ടല്ലോ, ഈസിയായിട്ട് ജയിക്കും എന്നുള്ളൊരു ഹുങ്കിലാണ് പോണത്. അതിൻ്റെ പേരാണ് ഉജ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പരാജയം ഉണ്ടായി ചെയ്യും. നല്ല പാടാണ് കേട്ടോ. അതിലൊക്കെ ഭയങ്കര പാടുള്ള സംഗതിയാണ്. എന്നോട് പണ്ടൊരാൾ പറഞ്ഞു, മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രാദേശിക നേതാവാണ്, ഒരു മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായിട്ടൊരു പരാജയം ഉണ്ടായി മുസ്ലിം ലീഗിന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ. ഏതാണെന്ന് ഗവൺമെൻറ് അറിയോ? അതിനോടൊന്നുമില്ല. അപ്പോൾ ഇയാളിനോട് പറയാം, ഞങ്ങൾക്കത് ഹുനൈനാണ് പറഞ്ഞോട്. എനിക്ക് അയാളെ പറ്റി ഭയങ്കര മതിപ്പായി. അതൊക്കെ പറയണമെങ്കിൽ ഇതൊക്കെ എത്രമാത്രം അറിയണം. ഞങ്ങൾക്കത് ഹുനൈനാണ്. അല്ല ഞാൻ വിശദീകരിക്കണോ? ഉണ്ടല്ലോ, ഞങ്ങൾക്ക് എന്തായാലും ജയിച്ചു എന്നുള്ളൊരു നിലയായിരുന്നു ഞങ്ങൾക്ക്. ആര് നിർത്തിയാലും എങ്ങനെ ആയാലും ഞങ്ങൾ ജയിച്ചു എന്നുള്ള ആ ഉങ്കാൾ പോയി. ഇതാണ് എൻ്റെ അർത്ഥം. ചരിത്രങ്ങൾ മനസ്സിലാക്കിക്കോളി മുഅ്മിനീങ്ങൾ. എന്താതൊക്കെ ചരിത്രം കണ്ടാൽ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏതെല്ലാം ഘട്ടത്തിൽ. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഏതാനും ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ വിജയം പിന്നെ സമ്പൂർണ്ണമായ വിജയമായി. അവസാനം ഹജ്ജ് ചെയ്തു. ഞാൻ പറഞ്ഞത് 8ാമത്തെ കൊല്ലം മക്ക 10 ആയി. 9ാമത്തെ കൊല്ലം പ്രഖ്യാപനം ഉണ്ടായി. എന്താ പ്രഖ്യാപനം? ഇനി ഇവിടെക്കാർ ചവിട്ടാൻ പാടില്ല, മുശ്രിക്കുകളൊന്നും ഈ പുണ്യഭൂമിയിൽ ചവിട്ടാൻ പാടില്ല എന്നല്ല. 9ാമത്തെ കൊല്ലമാണ് ഉണ്ടായത്. ആ 9ാമത്തെ കൊല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഹജ്ജും ചെയ്തു മുഅ്മിനീങ്ങൾ. പിറ്റേ കൊല്ലം റസൂലുള്ളാഹി ഹജ്ജ് ചെയ്യാൻ, ഹജ്ജത്തുൽ വദാ. അത് കഴിഞ്ഞ് മിനായിലിരിക്കുമ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹു തആലാന്റെ സഹായവും വിജയവും സമാഗതമായാൽ, വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, അള്ളാഹിൻ്റെ ദീനിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വരുന്ന ദൃശ്യം പ്രകടമായാൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, റബ്ബിനെ സ്തുതിക്കലോടുകൂടെ അങ്ങ് റബ്ബിനെ പ്രകീർത്തിക്കണം. വസ്തഗ്ഫിർഹു, അള്ളാഹിനോട് പൊറുക്കലിനെ തേടുകയും വേണം. ഇന്നഹു കാന ഗഫാറ, അള്ളാഹു തആല ഏറെ പൊറുക്കുന്നവനാണ്. ഈ സൂറത്തിറങ്ങിയപ്പോൾ അള്ളാഹിൻ്റെ റസൂല് ഫാത്തിമാവിനെ വിളിച്ചിട്ട് കാതിലൊരു സ്വകാര്യമൊക്കെ പറഞ്ഞു. ഇത് ഉപ്പാൻ്റെ മരണവിവരമാണ്, മരിക്കുന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇനിയിവിടെ പണിയില്ല, ഇനിയിവിടെ കിടന്ന് ഇടങ്ങാറാണ്ട. ദീൻ ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് വന്നു. റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ 2 രാജ്യങ്ങൾ ഇസ്ലാമിൻ്റെ ഭാഗമായി. ഒന്നേതാ അറിയോ? ബഹ്റൈൻ. ഇപ്പോൾ അവിടെ ഭയങ്കര യുദ്ധമൊക്കെ നടക്കേണ്ടത് ബഹ്റൈൻ ഒന്ന്. രണ്ടാമത്തെ യമൻ. അതിനൊക്കെ ചരിത്രങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കണില്ല. ആ 2 രാഷ്ട്രങ്ങൾ റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ ഇസ്ലാമിൻ്റെ കൊടിക്കൂർക്ക് കീഴിൽ വന്നു. അറേബ്യ ഒന്നടങ്കം, അറേബ്യ, വിശാലമായ അറേബ്യ കംപ്ലീറ്റ് ഇസ്ലാമിൻ്റെ ദൗലത്തിലായി. ബഹ്റൈനും അതെ. പിന്നെ റസൂൽ ഇങ്ങനെ പറഞ്ഞു, ഈ കിസ്റ കൈസറാണ് അന്നത്തെ അമേരിക്കൻ റഷ്യക്ക്, അതാണ്. അതൊക്കെ അവിടെയൊക്കെ എൻ്റെ അനുയായികളുടെ അധികാരപരിധിയിൽ വരുമെന്ന് തങ്ങളൊരു പ്രവചനം നടത്തുകയും ചെയ്തു. അതൊക്കെ ഖലീഫ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് അങ്ങനെ അനർത്ഥമാവുകയും ചെയ്തു. സമ്പൂർണ്ണമായ വിജയം. പിന്നെ റസൂലുള്ളാഹിക്ക് അവിടെ ഡ്യൂട്ടിയൊന്നുമില്ല.
അതുകൊണ്ട് റസൂലുള്ള വഫാത്താകും എന്നതിൻ്റെ സൂചനയാണ്, മെസ്സേജാണ് അള്ളാഹുത്തിലേക്ക് കൊടുത്തത്. അതുകൊണ്ട് ഫാത്തിമാവിൻ്റെ കാതിൽ മന്ത്രിച്ചു എന്നാണ്. അപ്പോൾ ഫാത്തിമാവി എന്തായി? കരഞ്ഞു. അപ്പോൾ രണ്ടാമതൊരു മന്ത്രം പാടെ പറഞ്ഞു. അപ്പോൾ ഫാത്തിമാവി എന്തായും ചെയ്തു? ചിരിച്ചും ചെയ്തു. അതെന്തായിരുന്നു എന്ന് ആയിഷ ബീവി ഫാത്തിമാവിനോട് ചോദിച്ചപ്പോൾ ഫാത്തിമാവി പറഞ്ഞത് ഇതാണ്. ആദ്യം പറഞ്ഞത് ഉപ്പാക്ക് മരിക്കാനായിക്കണം മകളെ എന്നാണ് പറഞ്ഞത്. അതിനാണ് ആര് കരഞ്ഞത്? ഫാത്തിമാവി കരഞ്ഞത്. പിന്നെ സ്വകാര്യം പറഞ്ഞത് ഉപ്പ മരണപ്പെട്ടാൽ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് മരിച്ചിട്ട് ഉപ്പാൻ്റെ ഒപ്പം ചേരൽ ആരായിരിക്കും? അങ്ങായിരിക്കുന്നു ഫാത്തിമ ബീവിയോട്. അത് കേട്ടപ്പോഴാണ് ആര് ചിരിച്ചത്? ഫാത്തിമ ബീവി ചിരിക്കുകയും ചെയ്തത്. അങ്ങനെ ചുരുക്കി പറയാം, സമ്പൂർണ്ണമായ വിജയം അള്ളാൻ്റെ സഹായമൊക്കെ ആർക്കുണ്ടായി? റസൂലുള്ളാഹിക്ക് ഉണ്ടായി എന്നുള്ളത് ചരിത്രം. എൻ്റെയൊക്കെ മുമ്പാണ് ഇത് പറയണത്. എന്ത്? അള്ളാൻ്റെ റസൂലിനെ അള്ളാഹു തആല സഹായിക്കില്ല എന്ന് ആർക്കെങ്കിലും വല്ല വിചാരം ഉണ്ടെങ്കിൽ പോയി ആത്മഹത്യ ചെയ്തോട്ടെ. എന്തായാലും അള്ളാഹ് സഹായിക്കുക തന്നെ ചെയ്യും. സഹായിച്ചില്ലേ? ഇനി എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് അറിയോ? റസൂലിനെ മാത്രമല്ല സഹായിക്കുക, ആരും സഹായിക്കും? മുഅ്മിനീങ്ങളെയും. ആയത്തിന് ഓതി തന്നില്ലേ? ഏതായത്? സൂറത്ത് ഗാഫിർ. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ, നമ്മുടെ പ്രവാചകന്മാരെയും മുഅ്മിനീങ്ങളെയും തീർച്ചയായിട്ടും നാം സഹായിക്കും. ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലും, വയൗമ യഖൂമുൽ അഷ്ഹാദു, സാക്ഷികൾ നിൽക്കുന്ന നാളിലും, ഖിയാമത്ത് നാളിലും മുഅ്മിനീങ്ങളെ സഹായിക്കും, ദുനിയാവിലും സഹായിക്കും, പരലോകത്തും സഹായിക്കും. സഹായിച്ചില്ലേ മുഅ്മിനീങ്ങളെ? എന്തിനാ മുഅ്മിനീങ്ങൾ ബേജാറാണ്? നമ്മൾ മര്യാദക്കുള്ള മുഅ്മിനായാൽ മതി. അത് മുഅ്മിനീങ്ങളുടെ ഉമ്മത്തിനായിട്ടും മുട്ടും, വ്യക്തികൾക്കും മുട്ടും അള്ളാൻ്റെ സഹായം. അത്ഭുതകരമായ സഹായങ്ങൾ കിട്ടും. അള്ളാൻ്റെ കൂടെ ആയിരിക്കണം, മുഅ്മിനായിരിക്കണം. എനിക്ക് എത്ര അനുഭവങ്ങളുണ്ട്. എന്നോട് ഓരോരുത്തരും എന്ന് പറയുന്നത് കുറച്ച് ഈമാനികമായി ജീവിച്ച് നല്ല നല്ല അനുഭവങ്ങളുള്ള പലതും എന്നോട് പറയലുണ്ട്. ഒരു ഖുതുബയിൽ ഇങ്ങനെയുണ്ട്: മൻ കാന മഅല്ലാഹ് കാന അല്ലാഹു മഅഹ്. ഒരാൾ അള്ളാൻ്റെ കൂടെ ആയാൽ അള്ളാഹു അവൻ്റെ കൂടെ ഉണ്ടാവും. ഇവിടെയൊക്കെ റസൂൽ എൻ്റെ കൂടെ, നമ്മളെ കൂടെ അള്ളാഹുണ്ട്, ഇതിയൊക്കെ ബേജാറുണ്ടാകുന്നല്ലേ എന്നവർക്ക് നമ്മളൊപ്പം ഒക്കെ ഉണ്ട് അള്ളാഹു തആല. അതിനിപ്പോൾ റസൂലൊന്നും വേണ്ട. ഏയ് ബാബക്ക നമ്മളൊപ്പം ഉണ്ട് അള്ളാഹു തആല. അത് നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അതിനെന്താ പണി? അതിന് ചില പണിയൊക്കെ ഖുർആനിൽ പറയുന്നത്. ഇപ്പോൾ കാലല്ലാഹു, സൂറത്ത് മാഇദയിലെ 12-ാമത്തെ ആയത്താണ്, വേണമെങ്കിൽ നോക്കിക്കോളി. അപ്പോൾ കാലല്ലാഹു, അള്ളാഹു തആല പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇന്നി മഅക്കും, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളൊക്കെ ഒപ്പം തന്നെ ഉണ്ട്. ലൈൻ അഖംതും സ്വലാത്ത, നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തിയാൽ, വാതൈതും സക്കാത്ത, നിങ്ങൾ സക്കാത്തും കൊടുക്കണം, വആമൻതും ബിറുസുലി, എൻ്റെ മുർസലീങ്ങളെ കൊണ്ട് നിങ്ങൾ ശരിക്കും വിശ്വസിക്കണം, വഅസ്സർതുമുഹും, ആ മുർസലീങ്ങളെ നിങ്ങൾ സഹായിക്കുകയും വേണം, വഅഖ്റതുമുല്ലാഹ ഖർളൻ ഹസന, അള്ളാഹ്ക്ക് നല്ല വിശിഷ്ടമായ കടം നിങ്ങൾ കൊടുക്കും വേണം. എങ്കിൽ ഞാൻ നിങ്ങളൊപ്പം ഉണ്ടാവും. ലഉകഫിറന്ന അൻകും സയ്യാത്തിക്കും, നിങ്ങളെ പാപങ്ങളൊക്കെ ഞാൻ തീർച്ചയായിട്ടും പുറത്തു തരും. വല ഉദ്ഖിലന്നകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിൽ അൻഹാർ, അടിയിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങൾ ഞാൻ നിങ്ങളെ കടത്തുകയും ചെയ്യും. വമൻ കഫറ ബഅദ ദാലിക, പക്ഷെ ആരെങ്കിലും നിഷേധിച്ചാൽ, മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും പിന്നെ കാഫറായി പോയാൽ, ഫഖദ് ളല്ല സവാ സബീൽ, അവൻ നേരെ ചൊവ്വയുള്ള മാർഗത്തെയും സരണിയെയും ത്യജിച്ചവനും വിട്ടവനുമാണ്. നിസ്കാരം നിലനിർത്തണം, നിസ്കരിച്ചാൽ പോരാ. നമ്മളൊക്കെ ഇപ്പോൾ നിസ്കരിക്കുന്ന ആളുകളാണ്. നിസ്കാരം നിലനിർത്തുന്നവരാണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നോക്കിയാലൊരു ഉദാഹരണം പറഞ്ഞുതരാം. തറാവിയൊക്കെ നിസ്കരിക്കുമ്പോൾ വേഗം കഴിയണമെന്ന് തോന്നുന്നുണ്ടോ, അതോ വേഗം കഴിയരുതെന്നാണ് തോന്നണത്? പണ്ടൊരാൾ പറഞ്ഞു, ചേച്ചി ചിലപ്പോൾ അള്ളാഹനങ്ങനെ ലൈനിൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞില്ലേ. അള്ളാഹ് നിങ്ങൾക്ക് ലൈനിൽ കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് 20 മിനിറ്റ് കൊണ്ടൊന്നും തീരാൻ നിങ്ങൾക്ക് ഒരിക്കലും പൂതി ഉണ്ടാവില്ല. എവിടെ സ്പീഡ് കുറവുള്ള തറാവിയുള്ളത് അങ്ങോട്ട് പോകാൻ നോക്കും. മറ്റത് എവിടെയാണ് 5 മിനിറ്റ് നേരത്തെ കഴിയണമെന്ന് നോക്കും. ഇക്കാമത്ത് സ്വലാത്താണെങ്കിൽ, ഇക്കാമത്ത് പറഞ്ഞാൽ നിലനിർത്തുക. നിലനിർത്തുക പറഞ്ഞാൽ ഹൊസാരിമാവും പറഞ്ഞത്, ഇപ്പോൾ നമ്മളെ നിലനിൽപ്പിന് ഈ ജഡം മാത്രം പോരാ, നമ്മളെ റൂഹും വേണം. ജീവനും തടിയും കൂടി ഉണ്ടെങ്കിലേ നിലനിൽക്കുള്ളൂ. നിസ്കാരത്തിനും അങ്ങനെയാണ്. അതിൻ്റെ 14 ഫർള് അതിൻ്റെ തടിയാണ്, റൂഹല്ല. റൂഹ് ഖുശൂആണ്. ഖുശൂ എന്താണ്? ഞാൻ ഇപ്പോൾ അള്ളാഹിനെ കാണുന്നമാർക്ക്, അല്ലെങ്കിൽ അള്ളാഹ് ഇങ്ങോട്ട് കാണുന്നുണ്ടോ എന്നുള്ള നിലക്ക്. അല്ലാതെ നിസ്കാരം കയ്യിൽ കിട്ടിയാൽ അങ്ങടിയത്തെ കാര്യം, പെരിയത്തെ കാര്യം, പെണ്ണുങ്ങളോടുള്ള പ്രശ്നം, അല്ലാതെ എല്ലാ പ്രശ്നങ്ങളും, അതിന് ഇക്കാമത്ത് സ്വലാത്ത് അറിയില്ല. അതിന് നിസ്കരിക്കുന്നവരെന്നാണ് പറയാം. ഓൽക്ക് നരകണ്ട് എന്നാണ് പറഞ്ഞത്. ഫവൈലുലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നരകം. ഇക്കാമത്ത് സ്വലാത്ത് ആർക്കണോൽക്ക് സ്വർഗം.
ഇങ്ങോട്ട് നോക്കി, ഞങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ. ഹുഷു എന്നില്ല നിൽക്കേച്ചാൽ കുറ്റം കിട്ടുന്ന കിട്ടില്ല എന്നപ്പോൾ നിങ്ങൾ പഠിച്ചാണ് തീരായിട്ട് നമ്മളെ ക്ലാസ്സിൽ എന്താ പറയണത്? പോയപ്പോൾ കിട്ടൂല എന്ന് പറഞ്ഞു. അടിയിട്ടൊന്നുമില്ല, കൂലി കിട്ടൂല. ഇങ്ങോട്ട് നോക്കി, നമ്മളിപ്പം വാങ്ങട് കൊടുക്കുമ്പോൾ ചില ആളുകൾ എല്ലാ പണിയും നിർത്തിച്ച് നിസ്കരിക്കാൻ വരികയാണ്. അങ്ങനെ ഇവരെ കിട്ടലോട് കൂടെ ശ്രദ്ധ അങ്ങോട്ട് പോയി അബുദാബി പോയി, പെരി പോയി, മറ്റൊരിടത്ത് പോയി, മറിച്ച് സലാം കൂട്ടിയപ്പോഴാണ് പഠിച്ചവനെ നിസ്കരിക്കാനല്ലോ എന്നുള്ള. അങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ. എന്നാലും അവന് ശിക്ഷ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇമാമിയങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ കൂലി ഉണ്ടാവില്ല. ഈ വക സൗഭാഗ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് മനസ്സിലാണ്ടോ? എന്തുകൊണ്ട് അറിയോ? ഖുശൂ സുന്നത്താണ്. ഖുശൂ എന്താണ്? സുന്നത്ത് ഒഴിച്ചാൽ കുറ്റം കിട്ടുമോ? കിട്ടൂലല്ലോ. നിസ്കാരത്തിൻ്റെ പറഞ്ഞ നിങ്ങൾ 15 നാളി ഖുശൂവും പേടെ പറഞ്ഞ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്തിനതൊക്കെ പറഞ്ഞു നിങ്ങൾക്കറിയോ? നിരാശപ്പെടേണ്ട, ബേജാറാകണ്ട. കാരണം നമ്മൾ നിസ്കാരത്തിലൊക്കെ ശ്രദ്ധ ഇട്ടല്ലോ വളരെ കുറവാണ്. ഈ പറഞ്ഞ എൻ്റെ സ്ഥിതി എനിക്കറിയാം, പിന്നെ ഇനി നിങ്ങളതെങ്ങനെ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണേ. എന്നപ്പോൾ ഇയാൾ പറഞ്ഞാൽ അപ്പം നിന്ന് ഉദ്ദേശിച്ച് തറാവി നിർത്തുകയെന്നൊന്നും തീരുമാനിക്കേണ്ട വെച്ചിട്ടാണ്. കയ്യുമ്പോൾ നിൽക്കച്ചോളൂ, ഉഷാറാക്കിക്കോളൂ. കഴിഞ്ഞത്ര ഖുശൂണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കാം. പരിശ്രമിച്ചാൽ കിട്ടും. നിസ്കാരത്തെക്കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇന്ന പോലത്തെ ഒരു ക്ലാസ് റൂം ആഴ്ചയിൽ ചർച്ച ഉണ്ടെങ്കിൽ നല്ല മാറ്റമാണ്. ഒരു വേദ നമ്മൾ നിസ്കാരത്തെ പറ്റി ഒരാഴ്ച പറയണമെങ്കിൽ ആഴ്ച ശ്രദ്ധ ഉണ്ടാവും. ഒരാഴ്ച കേട്ടാൽ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. 1-2 ദിവസം നല്ല ശ്രദ്ധ ഇട്ടു. അങ്ങനെ ശ്രദ്ധ ഉണ്ടാവണം, ഇക്കാമത്ത് വേണം. അങ്ങനെ നിസ്കാരമൊക്കെ രസമായിട്ട് വരണം. അപ്പോൾ കാണാം അള്ളാനെ നമുക്കിങ്ങനെ നമ്മളൊപ്പം ഇങ്ങനെ. എന്നോട് പണ്ടൊരാൾ പറയുകയാണ്, എന്നോട് പല ആളുകൾ പറഞ്ഞ കഥകളൊക്കെ ഉണ്ട്. അത് നിസ്കാരമൊക്കെ രസമായി ഇയാൾക്ക്. അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ അള്ളാഹു തആല ഇങ്ങനെ തോന്നണമൊക്കെ ആവതാക്കി കൊടുക്കൽ തുടങ്ങി. അപ്പോൾ അയാളിനോട് പറയാണ്, എനിക്കൊരു ജോലി വേണമെന്ന് തോന്നി. അപ്പോൾ അതിന് എന്നെ പഴയ അറബി വിളിച്ചു, വിസ അയച്ചുതരാണ്, വേണ്ട പോരെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞാൽ പോയാൽ അതൊക്കെ. റമദാനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആരാണ് ശരിക്ക് പൂർണ്ണമായി കടം വീട്ടുന്ന കടം കൊടുക്കാൻ ആരാ തയ്യാറില്ലെന്നൊക്കെ റമദാൻ മാസത്തിൽ വിളിക്കുന്നുണ്ട് എന്നാണ്. റമദാനിൽ അങ്ങനെ വിളിയൊക്കെ നടക്കുന്നുണ്ട്. അയലമൽ മൽക്കൂത്തിൽ ആരാണ് കടം വീട്ടുന്ന ആൾ? അള്ളാഹ് എന്താ കടം കൊടുക്കാനാൽ ഇവിടെ അള്ളാഹിൻ്റെ അടിമകളിൽ അള്ളാഹുത്തിലെ ചില ആളുകളൊക്കെ കഴിവുള്ളവർക്കൊരു പരീക്ഷണമായിട്ട് ദുർബലരായിട്ട് മിസ്കീന്മാരായിട്ടും ഫക്കീറായിട്ടൊക്കെ പല കഷ്ടപ്പാടുള്ളവരെയും അള്ളാഹുത്തല അപ്പോളെ അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും സമ്പന്നന്മാരും ഉണ്ടായിട്ടുണ്ട്, മിസ്കീന്മാരും ഉണ്ടായിട്ടുണ്ട്. ഈ മിസ്കീന്മാരാർക്ക് പരീക്ഷണ, സമ്പന്നന്മാർക്കൊരു പരീക്ഷണമാണ്. ഇന്നും അങ്ങനെയാണ്. ഇന്നിപ്പോൾ ഒന്നിനും കമ്മിയില്ല, ചോറിനൊന്നും കമ്മിയില്ല, പൈസക്ക് നല്ല കമ്മിയുണ്ട്. ചിലരൊക്കെ വലിയ കുടുക്കലാണ്. അധികം ചികിത്സക്കാണ് മോമനികൾ. കോടി ഉറുപ്പ്യൻ്റെ സൂചിയൊക്കെ അല്ലേ പറയണത്, ഒരു ഇഞ്ചക്ഷനേ. അള്ളാഹു ആലം എന്താണ് ഇതിൻ്റെ കഥ. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും അള്ളാഹു തആലക്ക് വിശിഷ്ടമായ കടം കൊടുക്കാനും തയ്യാറായി. സക്കാത്ത് വേറെ കൊടുത്തു, സക്കാത്തല്ലത്. സക്കാത്ത് കൊടുക്കണം, കടം കൊടുക്കണം, അള്ളാഹു തആലക്ക് കടം കൊടുക്കണം. അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊപ്പം ഉണ്ടാവും. അള്ളാഹ് നമ്മളൊപ്പം ഉണ്ടാവുമ്പോൾ ഈ പറഞ്ഞമാർക്കുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കൊരു കാര്യത്തിലൊരു ബേജാറും ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതാണ് വിഷയം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. പിന്നെ അള്ളാഹു തആല പറയണം, അപ്പോൾ കദാലിക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലല്ലേ? ഇനിയിപ്പോൾ ഇനി ആയത്തൊന്നൂടെ എഴുതി തരട്ടോ. ഈ ആയത്ത് ഇതൊരു എല്ലാ ആയത്തിൻ്റെയും മാർക്കല്ല, ആത്മഹത്യ ചെയ്തോട്ടെ എന്നാണ് പറയണത്. പറഞ്ഞ ശൈലിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാളി. മങ്കാന യظുന്നു, ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ല യൻസുറഹുല്ലാഹു, അള്ളാഹ് റസൂലുള്ളാഹിനെ സഹായിക്കൂലാന്ന്. റസൂലുള്ളാഹി ഈ ദൗത്യമായിട്ട് വന്നാണ്ട് അള്ളാഹിൻ്റെ സഹായമൊന്നും കിട്ടൂല, ഇത് ആകെ പുകടും എന്നൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഫിദ്ദുനിയാവൽ ആഖിറ, ഇഹത്തിലും പരത്തിലും അള്ളാഹിൻ്റെ റസൂലിനെ അള്ളാഹ് സഹായിക്കൂല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഫൽയംദുദ് ബിസബബിൻ ഇല സമായി, ഒരു കയറ് കൊണ്ടവൻ ആകാശത്തിലേക്ക് കയറട്ടെ. ആകാശം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പറഞ്ഞാൽ ഉപരിഭാഗം എന്നാണ്, മുകൾ ഭാഗം എന്നാണ്, അങ്ങനെ അർത്ഥമുണ്ട്. ആകാശത്തുനിന്ന് മാത്രമല്ല. അപ്പോൾ ഭൂമിൻ്റെ മച്ചുമ്പുറത്തേക്ക് അവനൊരു കയറും കൊണ്ട് കയറിക്കോട്ടെ. തുമ്മൽ യക്കത്ത്, ഇങ്ങോട്ട് മുറിക്കട്ടെ, കൗത്ത് മുറിച്ച് അവൻ ആത്മഹത്യ ചെയ്യട്ടെ എന്ന്. ഭൂമിയായിട്ടുള്ള ബന്ധം മുറിക്കട്ടെ. ഈ കയറുമ്പ കെട്ടി തൂക്കിയാണ് ഭൂമിയായിട്ടുള്ള ടച്ച് ഓൺ മുറിക്കട്ടെ. അപ്പോൾ എന്തായി? അതാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹ് സഹായിക്കൂലാന്ന് തോന്നുന്നവരൊക്കെ ആത്മഹത്യ ചെയ്തോളി. കാരണം തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിക്കും. അതാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ചരിത്രം കാണിച്ചു തന്നത്.
ഫൽ യൻദുർ, എന്നിട്ട് ആ ആത്മഹത്യ ചെയ്ത ആളൊന്ന് നോക്കട്ടെ, ഹൽ യുദ്ഹിബന്ന, പോക്കുമോ, കൈദുഹു, അവൻ്റെ ഈ കുതന്ത്രം, മാ യഗീലു, അവൻ ദേഷ്യപ്പെടുന്ന ഈ സംഗതിയെ പോക്കുമോ. അവൻ്റെ കുതന്ത്രങ്ങളുണ്ടല്ലോ, റസൂലുള്ളാഹിനെ കൊല്ലാനൊക്കെയുള്ള എന്തെല്ലാം തന്ത്രങ്ങൾ നടത്തി റസൂലുള്ളാഹിക്കെതിരെ സിഹർ ചെയ്തവരുണ്ട്. റസൂലുള്ളാഹി അങ്ങനെ ഇരിക്കുമ്പോൾ മതിലിൻ്റെ മുകളിൽ നിന്ന് കല്ല്, അമ്മിക്കുട്ടി വലിയ അമ്മീൻ്റെ മരക്കുള്ള കല്ല് തലയിൽ കിടാൻ ശ്രമിച്ചവരുണ്ട്. അതാരങ്ങൾക്കറിയോ? മദീനത്തുള്ള വേറൊരു ഗോത്രം ഉണ്ടായിരുന്നു, ബനു നവീർ ഗോത്രം, ജൂതന്മാർ പറഞ്ഞു, ഞങ്ങളെ കോളനിക്ക് വരണം, ഞങ്ങൾക്കൊരു കാര്യമൊക്കെ പറയാണ്ട് എന്നാണ് വിളിച്ചുകൊണ്ടോ. ഇങ്ങോട്ടൊരു തുണ്ടം വരുത്തി, ആരെ? റസൂലുള്ളാഹിനെ. ഇങ്ങോട്ടും ആ തുണ്ടിൻ്റെ പുറത്ത് മതിലുണ്ട്, ആ മതിൽ വന്ന് കല്ല് ആരെ മേതക്കിടാനാണ്. അപ്പം അല്ലാഹു തആല വീരാണ്ട് അറിയിച്ചു കൊടുത്തു. ഉടനെ റസൂലുള്ളാഹി നീച്ചു പോയി. ബനു നദീർ ഗോത്രക്കാരോട് മദീന വിടാനും പറഞ്ഞു. ഇനി മദീനത്ത് നിൽക്കാൻ പറ്റില്ല, പ്രസിഡന്റിനെതിരെ വധശ്രമം, രാജ്യദ്രോഹ കുറ്റം, മദീന വിടണം എന്ന് പറഞ്ഞു. ആദ്യം ഞങ്ങൾ വിടൂല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഓലൊക്കെ പോയി ബനു നദീർ ഗോത്രക്കാർ പോയി. അതിന് മുമ്പ് ബനു കൈനുക ഗോത്രം എന്ന് പറഞ്ഞൊരു ഓലും പോയി. ബനു കുറയുള്ള ലാസ്റ്റ് 5-ാമത്തെ കൊല്ലം ഈ ഖന്തക്ക് യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് ഓല് ഈ പിന്നെ കൂറുമാറ്റം കാരണമായിട്ട് ഓലും മദീന വിട്ടു. ഈ ജൂതന്മാരെ കൂടെ ഉണ്ടായിരുന്നതാണ് മദീനത്ത്. അതുകൊണ്ട് ഈ ജൂതന്മാർക്ക് ഈ ചരിത്രമൊക്കെ അറിയാം, നിങ്ങൾക്ക് അറിയില്ല എന്നിട്ട് കാര്യമല്ല. ഓല് ഇപ്പോൾ മദീനത്തേക്ക് വരാൻ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. ഓൽക്ക് ഈ ചരിത്രമൊക്കെ നല്ലോണം അറിയാം. ഹൈബറിൽ ഓലദേനി എന്നവർക്ക് മദീനത്തൊക്കെ ഈ 3 പ്രബലമായ ജൂത ഗോത്രങ്ങളുണ്ടായിരുന്നു. അവനോട് ഓല ലക്ഷ്യം വിശാലമായ ഇസ്രായേലാണ്, മദീനക്കയിൽ പെടുമെന്നാണ് അവർ പറയുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. നടക്കാൻ പോകണില്ല, എന്നാലും ഓർക്ക് അങ്ങനെ ഒരു മോഹമുണ്ട്. അല്ലാഹു തആല എല്ലാവിധ സയനിസ്റ്റ് പൈശാചികതകളെയും അല്ലാഹു തആല തട്ടിത്തരിപ്പണമാക്കി പരാജയപ്പെടുത്തട്ടെ. മുസ്ലിങ്ങളൊക്കെ അല്ലാഹു തആല ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, എന്താ പറഞ്ഞറിയോ? ഞാൻ പറഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയതാണ്. ഖൈദിനെ പറ്റി പറഞ്ഞപ്പോൾ വീണ്ടും ചരിത്രത്തിലേക്ക് പോയതാണ്. അപ്പോൾ കദാലിക ഇതേപോലെ ഇപ്പം ഈ പറഞ്ഞൊക്കെ മാർക്ക് അൻസൽനാഹു, ഈ ഖുർആൻ നാം അവതരിപ്പിച്ചു, ആയാത്തിൻ ബയ്യിനാത്തിൻ, സുവ്യക്തമായ ആയത്തുകളായിട്ട്, ഒരു വ്യക്തത കുറവുമില്ല. പക്ഷേ വഅന്നല്ലാഹ യഹ്ദി മൻ യുരീദു, അല്ലാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ അല്ലാഹു തആല ഹിദായത്ത് ആക്കുള്ളൂ. ഹിദായത്ത് എല്ലാവർക്കും ഒന്നും അല്ലാഹു തആല കൊടുക്കൂല. ഞമ്മക്ക് അല്ലാഹു തആല തന്നിക്കണം മുഅ്മിനീങ്ങളെ. ഹിദായത്തിനേക്കാളും വലിയൊരു സൗഭാഗ്യമില്ല, ഉണ്ടോ? നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ സംഗതി അതാണ്. നമുക്ക് അള്ളാഹിനോട് ചോദിക്കാനുള്ള ഏറ്റവും വലിയ ചോദ്യം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ളതാണ്. അല്ലാഹു തആല ഹിദായത്ത് തന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കാൻ പറ്റില്ല, ഇനിയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിൽ ഉറപ്പിച്ച് നിർത്തണം എന്നുള്ളതും, പിന്നെ ഹുദ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ മാർക്കല്ല, ചിലർക്ക് ഹിദായത്ത് വെച്ച് കൂടുതലുണ്ടാവും. എല്ലാവർക്കും ഒരളവിലല്ല ഹിദായത്ത്, അല്ലാതെ മനസ്സിലാക്കി വെക്കണം. കാരണം അതിലേക്ക് സുഹൃത്തുക്കളെല്ലാം വെള്ളിയാഴ്ച ചോദിക്കുമ്പോൾ ആ ചെറുപ്പക്കാരെ പറ്റി പറയണില്ലേ? ഇങ്ങോട്ട് നോക്കി, അത് നോക്കിയാണെന്ന് പറഞ്ഞുതരാം, അറിഞ്ഞിരിക്കണം. എന്താ പറയണേ? അം ഹസിബ്ത അന്ന അസ്വാബൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബ, ഇത് അവൽ ഫിത്യതു ഇലൽ കഹ്ഫി, ആ ചെറുപ്പക്കാർ ആ ഗുഹയിലേക്ക് അഭയം തേടിയ സന്ദർഭം ഓർക്കണം. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റഷദാ, പടച്ചോനെ ഞങ്ങൾക്ക് നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം തരണം, നേർവഴി ഉണ്ടല്ലോ അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് ഒരുക്കി തരണം എന്നൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ പിന്നെ അല്ലാഹു തആല ഇങ്ങനെ അവരെ പറ്റി പറയാണ്, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബി റബ്ബിഹിം, അവർ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ച ആളുകളായിരുന്നു. വസിദ്നാഹും ഹുദ, അവർക്ക് നാം ഹുദ നല്ലോണം ഏറ്റിക്കൊടുത്തിരുന്നു. എല്ലാവർക്കും ഒരേ മാർക്കുള്ള ഇതായിട്ടല്ല, ചിലർക്ക് അളവ് കുറച്ച് കൂടുതലുണ്ടാവും. നല്ല ഈമാനുള്ള നല്ല സ്ട്രോങ് ഉള്ള ഇല്ലേ? ഇപ്പം വാങ്ങ് കൊടുക്കുമ്പോൾ നമുക്ക് കാണാം, ചിലർ വാങ്ങിൻ്റെ മുമ്പ് തന്നെ വന്നാണ്ട് ഒന്നൊക്കെ എടുത്ത് റെഡി ആയി ഉത്തരക്കണം. ചിലർ വാങ്ങ് കൊടുക്കലോട് കൂടെ സെറ്ററൊക്കെ താത്തി കച്ചവടമൊക്കെ നിർത്തിപ്പോരുന്നു. വേറെ ചില ആളുകൾ അപ്പോഴൊന്നും പോരില്ല, ഇക്കാവും തുറക്കാൻ 10 മിനിറ്റ് എന്തിനാപ്പോൾ സമയം കളയുന്നു, 10 മിനിറ്റും കച്ചവടം ചെയ്യുക, അങ്ങോട്ട് പോകാം എന്ന് കരുതും ചില ആളുകൾ. നല്ല ആളുകളാണ് ഇതൊക്കെ, ഒന്നും മോശമൊന്നുമല്ല, അത് ജമാഅത്തിലെത്തും. വേറെയും ചില ആളുകൾ ജമാഅത്ത് കഴിഞ്ഞിട്ടേ വരുള്ളൂ, എന്നാൽ ആകെ 5 മിനിറ്റ് മതി. ജമാഅത്ത് കൂടാണെങ്കിൽ 10-15 മിനിറ്റ് ആവും അല്ലേ? നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. എല്ലാവർക്കും ഒരേ ഹിദായത്തല്ല. അതുകൊണ്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉദ്ദേശിച്ചോളി, ഇതിൻ്റെ വകയല്ല, തഫ്സീറാണ്. ഉള്ള ഹിദായത്ത് ഏറ്റിക്കൊണ്ട് പഠിച്ചോനെ എന്നതിന് അർത്ഥമാണ്. അല്ലെ ഹിദായത്തുള്ള പിന്നെ എന്തിനാ സുബ പിന്നെ ഹിദായത്ത് ചോദിക്കണം അള്ളാനോട്? ഇപ്പോൾ 2 മറുപടി ഞാൻ പറഞ്ഞു, മനസ്സിലായോ? ഒന്നാ ഹിദായത്തിൽ അടിയുറപ്പിച്ച് നിർത്തണം. കാരണം നല്ല ഇതൊക്കെ ഉള്ള ആളാണ് ചിലപ്പോൾ പോകണത്, ഹിദായത്ത് തെറ്റാണ് പോകുന്നുണ്ട്. അതുകൊണ്ട് തെറ്റരുത്, അടിയുറപ്പിച്ച് നിർത്തണം. ഒന്ന്.
രണ്ടാമത്തെ ഒന്ന് ഷോറാക്കി തരണം. ഭയങ്കരമായി ഈ ചെറുപ്പക്കാരെ പറ്റി പറഞ്ഞിട്ടില്ലേ, ഇന്നവും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം, അത് ചില ചെറുപ്പക്കാരായിരുന്നു, അവരവരുടെ റബ്ബിൽ വിശ്വസിച്ചു. വസിദ്നാഹും ഹുദ, അവർക്ക് ഹുദ നാം ഏറ്റി കൊടുത്തു. വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് നാം ദൃഢീകരണം നൽകി. ഇത് ഖാമു, അവർ ആ രാജാവിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ ഫഖാലു, അവർ പ്രഖ്യാപിച്ചു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങൾ റബ്ബ് ആകാശഭൂമിൻ്റെ റബ്ബാണ്. ലൻ നദ്ഉ മിൻ ദൂനി ഇലാഹൻ, അവനെ കൂടാതെ ഒരു ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കുകയില്ല. ഏതാ രാജാവ് ഇവിടെ നിന്ന് രാജാവിൻ്റെ മുമ്പിൽ രാജാവ് പറഞ്ഞത് രാജാവിനെ ആരാധിക്കണം. ബഹുദൈവത്വം പ്രചരിപ്പിച്ച രാജാവാണ്. അള്ളാഹനെ മാത്രമേ ആരാധിക്കുള്ളൂ എന്നാണ് ഈ ചെറുപ്പക്കാർ പറയുന്നത്. ആ രാജാവിൻ്റെ മുഖത്ത് നോക്കി ഒരു പറഞ്ഞതാണ്, ഞങ്ങൾ റബ്ബ് ആകാശഭൂമിൻ്റെ റബ്ബാണ്, അവനല്ലാതെ ഒരാൾ ഞങ്ങൾ എന്താക്കൂല. അതാണ് ആ ചെറുപ്പക്കാർ. ഇപ്പം അല്ലേ ജയ് ശ്രീറാം എന്നൊക്കെ വിളിക്കണം, അല്ലെങ്കിൽ ഞാൻ അപ്പുറത്തൊക്കെ പറയണം എന്നൊക്കെ പറയും. പറയാൻ പറ്റുമോ? പറ്റില്ല. പറ്റില്ല എന്നാണ് കോയാമൻ്റെ പത്തുവ, പറ്റുന്നാണ് എൻ്റെ പത്ത്. പറയണോ? അവിടെയും പറയല്ലേ. അതായത് കോയാമോ അങ്ങനെ ഒരു ഷിർക്കൊക്കെ പറയാൻ പറഞ്ഞു, നിർബന്ധിത സാഹചര്യം വന്നു, നമ്മളെ കൊല്ലും ഭീഷണിപ്പെടുത്തി. അപ്പോൾ നമുക്ക് പറയാം, മനസ്സിൽ ഈമാൻ അചഞ്ചലമായി ഉണ്ടായാൽ മതി, നാവുകൊണ്ടൊന്നും പറയാം. അപ്പോൾ അത് ജവാസാണ്. പക്ഷെ അപ്പോഴും സുന്നത്ത് അതൊന്നും പറയാതെ രക്തസാക്ഷിത്വം വരിക്കലാണ്. മനസ്സിലായോ? ഈ ചെറുപ്പക്കാരുടെ നില അതാണ് സുന്നത്ത്. അതിന് ഹുദ അധികം വേണം, ലോക്കൽ ഹുദ പോരാ. ഇപ്പോൾ മനസ്സിലായോ? അതല്ലേ ജവാസ് ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യം, ഒരു ലുറുത്തിൻ്റെ സാഹചര്യം വരുമ്പോൾ ഇന്നതൊരു പറഞ്ഞില്ലേ ഇപ്പം അന്നപ്പോൾ കൊല്ലുമെന്നാണ്, അത് പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യാം. മനസ്സ് നല്ല വ്യക്തമായി ഈമാനിൽ അചഞ്ചലമായി ഉണ്ടായാൽ മതി. നാവുകൊണ്ട് പറഞ്ഞതിനൊന്നും അപ്പോൾ കുഴപ്പമൊന്നും, അതൊരു ജവാസിൻ്റെ പ്രശ്നമാണ്. അവിടുത്തെ അഫ്ദലും സുന്നത്തും എന്താണ്? അപ്പോഴും ഉറച്ചു നിൽക്കുക. അതൊക്കെ റസൂലുള്ളാഹിയുടെ കാലത്ത് സ്വഹാബത്തിന് തന്നെ ഉണ്ടായ സംഭവങ്ങളാണ്. അറിഞ്ഞിരുന്നോളി. കോയമിന് മനസ്സിലായപ്പോൾ പറയണമെങ്കിൽ പറയാം, ഷിർക്കൊക്കെ പറയാപ്പോൾ നാവുകൊണ്ട് പറയാം, മനസ്സിലില്ല ഞാൻ മതി. അതൊരു ജവാസാണ്. അഫ്ദൽ എന്താണ്? അതല്ലേ സുമയ്യ ബീവിയൊക്കെ അഹദ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മരിച്ചില്ലേ, രക്തസാക്ഷിയായില്ലേ. അപ്പോൾ വേണമെങ്കിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയും തടി കഴിച്ചിലാക്കാൻ വേണമെങ്കിൽ ഒരു പറഞ്ഞവർക്ക് പറയുകയൊക്കെ ചെയ്യാമായിരുന്നു. ഒരു ജവാസ് അവിടെ ഉണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാരുണ്ടാണ്. ഈ ചെറുപ്പക്കാർക്ക് ഈമാൻ മാത്രമല്ല, അല്ലാഹു വസിദ്നാഹും ഹുദ, അവർക്ക് നാം ഹുദ കുറേ ഏറ്റിക്കൊടുത്തിരുന്നു. അതാണ് അല്ലാഹു നമ്മൾ ചോദിക്കണം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഒരു തറാവിയിൽ 20 വട്ടം അല്ലാഹുവോട് പറയുന്നുണ്ട്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അതങ്ങോട്ട് അല്ലാഹു സ്വീകരിച്ചാണ്ടല്ലോ, നോമ്പ് കഴിഞ്ഞാലും പിന്നെ ഇൻസ്റ്റാഗ്രാമൊന്നും പിന്നെ ഓണാക്കൂല. ഞാൻ ഇന്നലെ നാട്ടിൽ നിന്നൊരു രോഗിനെ സന്ദർശിച്ചു. അപ്പോൾ മൂത്രത്തിന് ട്യൂബൊക്കെ ഇട്ട് കിടക്കുകയാണ്. അപ്പോൾ അയാളോട് നിങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു അവിടുന്ന് ദ്വാരുന്നു. അങ്ങനെ അയാളോട് ഞാൻ പറഞ്ഞു, നിസ്കരിക്കണം തറാറിലിട്ടോ എന്ന് പറഞ്ഞു. കേൾക്കണം നിങ്ങൾ. അപ്പോൾ അയാൾ പറഞ്ഞു, മൂര്യർ പറഞ്ഞാൽ നിസ്കരിക്കേണ്ടതെന്നാണല്ലോ. അപ്പോൾ നമ്മൾ മൂര്യരത് പറഞ്ഞിട്ടുണ്ടാവില്ല, അവണേ എന്തെങ്കിലും തോന്നിയതാണേ കാരണം മൂത്രത്തിന് ട്യൂബ് ഇട്ടിരിച്ചിട്ട് നിസ്കാരത്തിന് ഒഴിവുണ്ടോ? അത് നിത്യ അശുദ്ധിക്കാർ പറഞ്ഞ കൂട്ടത്തിലാണ് പെടുക എന്നാണ് കാളമ്പാടിസ്തൊക്കെ പണ്ട് ഞങ്ങൾക്ക് പട്ടിക്കാട്ടെന്ന് പറഞ്ഞത്. ഓതുന്ന കാലത്ത് നിത്യശുദ്ധി മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടീമില്ലേ ഇനി പണ്ടൊക്കെ. ഇപ്പം അങ്ങനത്തെ ഒക്കെ ചികിത്സ ഉണ്ട്. നിത്യശുദ്ധിക്കാരൻ മൂത്രവാർച്ച എന്നമാർക്കുള്ള വകുപ്പിലാണ് ഇത് പെടുക. അപ്പോൾ അവർക്കൊരു ഷർത്ത് അധികം ഉണ്ട്, സമയമായിട്ടേ ഉതിർക്കാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഉതിർക്കില്ല, നമുക്കൊരു സുന്നത്താണ്, ടൈം ആണേലും ശുദ്ധിയാകുന്നുള്ളൂ. ഇവർക്ക് അങ്ങനെയല്ല, ബാങ്ക് കൊടുത്തിട്ടേ ഉതിർക്കാവൂ. ഉതിർത്തവന് കൂടുതൽ നിൽക്കരുത്, വേഗം നിസ്കരിക്കും വേണം. അങ്ങനെ ഈ മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലോ, ഇങ്ങനെ മുറിഞ്ഞുകൊടുക്കുന്നല്ലേ. അപ്പോൾ പരമാവധി അത് ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മസാല. അപ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അങ്ങനെയല്ലേ. കാരണം ബുദ്ധിയിലോടത്തോളം കാലം നിസ്കാരത്തിന് ഏതില്ല, ഒരു വിട്ടുവീഴ്ചയില്ല. എങ്ങനെ കയ്യിനമാർക്ക് എങ്ങനെ എന്താക്കണം, നിസ്കരിക്കണം. കയ്യിനമാർക്ക് ചെയ്താൽ മതി, കടന്നിട്ടോ ഇരുന്നിട്ടോ, അതൊരു മസാല. ഞാൻ എന്തെങ്കിലും ചോദിക്കണ്ടോ? ചെറിയ എന്തിണ്ടോ? ഇല്ലല്ലോ. തയമ്മം നല്ലോണം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. തയമ്മം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകൾക്കും പല തെറ്റിദ്ധാരണകളുമാണ്. കാൽമലൊക്കെ വല്ല കെട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ഓതുർക്കുമ്പോൾ കാൽമൽ ആ മുറിവിൻ്റെ മേലെ കുറച്ച് തടവുക, മണ്ണുകൊണ്ട്, ഇതൊക്കെയാണ് തയമ്മം നേതിയിലൊക്കെ ഉണ്ട്. തയമ്മം എന്ന് പറഞ്ഞാൽ മുഖത്തും കയ്യുമ്മലാണ് തയമ്മം ചെയ്യേണ്ടത്. അവിടെ തന്നെ എന്തെങ്കിലും ബാൻഡേജോ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതിലപ്പോൾ നിങ്ങൾ ചോദിക്കണേ, ഉണ്ടെങ്കിൽ ആ തയമ്മം പൂർണ്ണമാവില്ല. അപ്പോൾ തയമ്മം പറ്റുന്നവർക്ക് ചെയ്യുക, പിന്നെ ബാൻഡേജിൻ്റെ മേലൊക്കെ വെള്ളം കൊണ്ട് തടവുക, എന്തിനും മടക്കി സ്കരിക്കുകയും ചെയ്യാം. അത് പൂർണ്ണമാണില്ല. നേരെ മറിച്ച് കാലുമ്മലാണ് മുറിയും കെട്ടൊക്കെ ഉള്ളതെങ്കിൽ മടക്കി കൊള്ളുന്നുണ്ടാവില്ല, ഒതുർത്ത് കെട്ടണം മാത്രം. ഒതുർത്താണ് കാലുമ്മൽ കെട്ടിയത്. അങ്ങോട്ട് കെട്ടിയപ്പോൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടിയിട്ടൊന്നുമില്ല, ആവശ്യമില്ലാതെ അങ്ങോട്ടല്ലേ കെട്ടില്ല. കാലിൻ്റെ അവിടെ ഒരു മുറി ഉണ്ടെങ്കിൽ തൊട വരെ ഇങ്ങോട്ട് കെട്ടുക, ആയത് കെട്ടൊന്നും കെട്ടരുത്. അത്യാവശ്യത്തിന് മാത്രം അവിടെ കെട്ടിയിട്ടും മറിച്ചിട്ടുള്ളെങ്കിൽ
അപ്പോൾ മടക്കേണ്ടതില്ല എന്നാണ്. നമുക്ക് ഇൻഷാ അല്ലാ ടൈം ഇട്ടാണെങ്കിൽ തേമത്തെ പറ്റിയൊരു ചർച്ച ചെയ്യാം. തേമ എപ്പോഴൊക്കെ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത്, ചെയ്തപ്പോൾ മടക്കേണ്ടത്, മടക്കേണ്ടാത്തത്, ഇങ്ങനെ വലിയ വിഷയങ്ങളുണ്ടായിരുന്നു. അവിടെ ഈ ബന്ധുക്കൾ 3 ഐറ്റം ബന്ധുക്കൾ പറയുന്നുണ്ട് ഖുർആനിൽ. രക്തബന്ധം, മുരകുടി ബന്ധം, വിവാഹബന്ധം. അതിൽ തൊട്ടാൽ ഒന്നും പറയാത്തതാണ് ഈ ബന്ധുക്കളൊക്കെ. അന്യ സ്ത്രീകൾ തൊട്ടാൽ മാത്രമേ എന്താവുള്ളൂ, അത് വേറെ ആയത്തിൽ എന്താക്കുന്നുണ്ട് പറയുന്നുണ്ട്. ഉരിമത്തിലേക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വഹവാത്തുക്കും വഹാലാത്തുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സൂറത്ത് നിസായിൽ ആയത്തുണ്ട്. ഞാൻ നിങ്ങളുടെ വേറൊരു ചോദ്യം ചോദിക്കുമെന്ന്, ലാമസ ലമസ അങ്ങനെ വിഷയമുണ്ട്. അയക്കാണ് നിങ്ങൾ കിടക്കണമെന്ന് കരുതി, അയക്കങ്ങൾ കിടക്കാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ലായി. ലാമസ എന്ന തുടർന്നുള്ള സംയോഗം ചെയ്യാൻ അർത്ഥം വെക്കണമല്ലുണ്ട്. ലാമസ ലമസ തൊട്ടു, ലാമസ സംയോഗം ചെയ്തു. അപ്പോൾ സംയോഗം ചെയ്താലേ നോമ്പെന്താവുള്ളൂ എന്നൊരു വാദമുണ്ട്. അയിമക്ക നിങ്ങൾ പോകണമെന്ന് ഞാൻ കരുതി. ഷാഫിമ പറഞ്ഞ് ലാമസാനും കയ്യിൻ്റെ തൊട്ടും തന്നെയാണ്. അപ്പം ശരീരം തമ്മിൽ തൊട്ടാൽ മതി എന്നുള്ളത്.